വീണ്ടും കയറുമ്പോൾ തൊട്ട് മുമ്പിൽ ഒരു ആന നിൽക്കുന്നുണ്ട്. 2-3 തവണ ഫയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ആനയ്ക്ക് ഒരു കുലുക്കില്ല. ശരിക്കും അന്ന് കൊല്ലപ്പെടേണ്ടതായോ? കരടിക്ക് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സ്വഭാവമുണ്ട്. ഒരു ഫയൽമാനെ പോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് കൂടിൻ്റെ കമ്പി ഇങ്ങനെ വളച്ചിട്ട് ഇറങ്ങി പോവാണ്. ഇൻട്രസെക്സ് കടുവയെ നമ്മൾ കണ്ടു. നരഭോജിയായി മാറിയ ഒരു കടുവയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കമ്മൽ കണ്ടെത്തുന്ന പുള്ളിപ്പുലിയുടെ 40% ഭക്ഷണം ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പട്ടികളാണ്. ഞാൻ ചാടി എഴുന്ന് നോക്കുകയാണ്, ഈ എൻ്റെ കൂടെ കടന്നിരുന്ന എല്ലാവരും 10-16 പേരുള്ള എല്ലാവരും കൂടി അങ്ങോട്ടും കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ തോക്കെടുത്ത് മോളിലേക്ക് ഫയർ ചെയ്യുന്നുണ്ട്. കലാപം നടക്കുന്നു, യുദ്ധക്കളാണ്. ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് വിളിക്കുന്നത് നമ്മുടെ മൂന്നാറിലെ ആനമുടിയാണ്. ശരിക്കും ഒരു 500 മീറ്റർ കൂടെയൊക്കെ പൊക്കമുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മേലെ മഞ്ഞുണ്ടാവുമായിരുന്നു. സംസ്ഥാന ശലഭം എന്ന് വിളിക്കുന്ന ബുദ്ധമയൂരി, അതിന് മുട്ടയിടാനായിട്ട് അല്ലെങ്കിൽ അതിന് ജീവിക്കാനായിട്ട് ഒറ്റ സസ്യം മാത്രമേ ഉള്ളൂ. 2000 വർഷമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞ തേങ്ങ നമ്മുടെ കേരളക്കരയിൽ എത്തിയിട്ടുണ്ട്. കിറങ്ങി ഇങ്ങനെ ആടി നടക്കുന്ന ആനകളെ അത് ശരിക്കും അങ്ങനെ വാഷ് കഴിച്ചിട്ടുള്ള കലക്കി വെച്ച സ്ഥലങ്ങൾ ആന കുടിച്ചിട്ട് ആന അത് അഡിക്റ്റായി പോയ സംഭവങ്ങളുണ്ട്. നമ്മുടെ തന്നെ സ്റ്റാഫ് അതിനെ തട്ടി വിളിച്ച് എഴുതിപ്പിക്കാൻ നോക്കുന്ന 38,000-ലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കേരളത്തിൻ്റെ ഏതാണ്ട് 29% കാടാണ്. അതിൽ തന്നെ 16ഓളം വന്യജീവി സങ്കേതങ്ങളും 7 ദേശീയോദ്യാനവും പെടും. കേരളത്തെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ട ഒരു ഭരണവിഭാഗമാണ് വനം വകുപ്പും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും. കേരളത്തിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും വനം വകുപ്പ് ഭരണവിഭാഗം മേധാവിയുമായ ശ്രീ പ്രമോദ് ജി കൃഷ്ണൻ IFS ആണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ആ പശ്ചിമഘട്ടത്തിൻ്റെ എല്ലാവിധ മെച്ചങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ജൈവ വൈവിധ്യപരമായിട്ടുള്ള ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് സംസാരിച്ച് തുടങ്ങാമെന്ന് കരുതുന്നു. പശ്ചിമഘട്ടം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിരകളിലൊന്നാണ്. അത് ഗുജറാത്തിലെ തപ്തി നദിയുടെ തീരത്തെ ഡാങ്സ് എന്ന് വിളിക്കുന്ന പ്രദേശത്ത് തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് തെക്കോട്ട് വരും തോറും ഇതിൻ്റെ ഉയരം കൂടുന്നുണ്ട്. അതുപോലെ മഴ ആർത്തലച്ച് പെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് വിളിക്കുന്നത് നമ്മുടെ മൂന്നാറിലെ ആനമുടിയാണ്. 2695 മീറ്ററാണ്. ശരിക്കും ഒരു 500 മീറ്റർ കൂടെയൊക്കെ പൊക്കമുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മേലെ മഞ്ഞുണ്ടാവുമായിരുന്നു. ഒരുപക്ഷെ കിളിമഞ്ചാര പോലെയൊക്കെ നമുക്ക് അതിനെ കാണാൻ പറ്റിയാണ്. കഴിഞ്ഞ 75,000 വർഷങ്ങൾക്കുള്ളിൽ ആ മേഖലയിലൊക്കെ കേരളം 2 ഹിമയുഗങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അത് മൂന്നാർ ചിലപ്പോൾ കാണാൻ പറ്റും, ഉരുണ്ട പ്രദേശങ്ങളെ കാണാൻ പറ്റും. ഇപ്പോൾ 44 നദികളും ഉപനദികളായിട്ടുള്ള ഏതാണ്ട് 900 നദികളും ചേർന്നിട്ട് കേരളത്തെ സമൃദ്ധമാക്കിയിട്ടുണ്ട്. നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാതരം കാടുകളത്തിൻ്റെയും ഒരു റെപ്ലിക്ക നമുക്ക് കാണാൻ പറ്റും. ധ്രുവപ്രദേശങ്ങളിലൊക്കെ ഉള്ള കാടുകളൊക്കെ ഒഴിച്ച് ഇപ്പോൾ നമുക്ക് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ കാണാൻ പറ്റും, ആർദ്ര വനങ്ങളെ കാണാൻ പറ്റും, ഇലപൊഴിയും കാടുകളുണ്ട്, വരണ്ട ഇടപൊഴിയും കാടുകളുണ്ട്, അർദ്ധനിത്യഹരിത വനങ്ങളുണ്ട്, കണ്ടൽ കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, പിന്നെ ഉയർന്ന പ്രദേശങ്ങളിലെ ഗ്രാസ് ലാൻഡ് പുൽമേടുകളുണ്ട്. സാവന്ന എന്ന് വിളിക്കാൻ നമുക്ക് അങ്ങനെ പറയില്ലെങ്കിൽ അതിനോട് സമാനമായിട്ടുള്ള ഇടനാടൻ പ്രദേശത്ത് ഈ പിന്നെ സസ്യങ്ങളും പുൽമേടുകളും അതിൽ മരങ്ങളും ഒക്കെ ഇങ്ങനെ ചെതറി നിൽക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്ത് കാണാൻ പറ്റും. അതിനോട് ഇടചേർന്ന് നമുക്ക് പറയാവുന്നതാണ് ഇപ്പോൾ കാസർഗോഡ് ആ വടക്കൻ മലബാറിലെ ഉയർന്ന മാടായിപ്പാറൊക്കെ പോലെയുള്ള ചെങ്കൽപ്പാളികൾ തുടങ്ങിയ പ്രദേശങ്ങൾ. അങ്ങനെ ഒരു സസ്യശാസ്ത്രപരമായിട്ട് കാടിനെ വർഗീകരിക്കുമ്പോൾ, കേരളത്തിലെ പ്രകൃതിയെ വർഗീകരിക്കുമ്പോൾ ഏതാണ്ട് 17-ലധികം തരത്തിലുള്ള വനഭൂമി അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടെന്ന് പറയാറുണ്ട്. അതിൽ നമുക്ക് പരിചിതമായത് നിത്യഹരിത വനങ്ങൾ അങ്ങനത്തെയൊക്കെയാണല്ലോ. നമുക്ക് പരിചിതമല്ലാത്ത കാടുകൾ എന്ന് പരിചയപ്പെടുത്തുമോ? ഇപ്പോൾ ചിന്നാറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വരണ്ട കാടുകളെ കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആധുനിക മനുഷ്യൻ കേരളത്തിലേക്ക് വന്നിട്ട് ഏതാണ്ട് 55,000 വർഷം ഉണ്ടെന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലേക്ക് ഒരു പക്ഷേ ഇത്തരം പ്രദേശങ്ങളിലേക്ക് ആയിരിക്കണം മനുഷ്യൻ്റെ, അതിൽ നമ്മുടെ ഹോമോസാപ്പിയൻസ് മാത്രമല്ല, അതിനു മുമ്പ് ഈ പ്രദേശങ്ങളിലേക്ക് നിയാണ്ടർതാലുകൾ ജീവിച്ചിരുന്നത് പറയപ്പെടുന്നത് നമ്മുടെ ഗുഹകളിൽ. അപ്പോൾ ഇത്തരം വരണ്ട പ്രദേശങ്ങൾ മനുഷ്യൻ്റെയൊക്കെ പൂർവ്വ പിതാമഹന്മാരുടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ആവാസവ്യവസ്ഥകളാണ്. അവിടെ മാത്രം കാണുന്ന, ലോകത്ത് കാണുന്ന സസ്യജന്തുജാലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചാമ്പൽ മലയണ്ണാൻ ചിന്നാറിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ഇരവികുളത്ത് ചെന്ന് കഴിഞ്ഞാൽ 2000 മാത്രം കാണുന്ന വരയാടുകളാണ് നീലഗിരി താർന്ന് വിളിക്കുന്നത്. അതിൻ്റെ പകുതിയോളം പോപ്പുലേഷൻ കാണുന്നത് ഈ പറയുന്ന ഇരവികുളം നാഷണൽ പാർക്കിലാണ്. വയനാട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഇപ്പോൾ കബനി നദിയുടെ താഴ്വര കുറുവ ദ്വീപിൽ
കാണുന്ന ഒരു സാധാരണ നമ്മൾ ഈ ദ്വീപ സമൂഹങ്ങളൊക്കെ കാണുന്നത് താഴ്വരകളിലാണ് അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലാണ്. ഹൈലാൻഡിൽ ഉയർന്ന പ്രദേശത്ത് ഒരു ദ്വീപ് രൂപപ്പെടുന്നത് വളരെ അപൂർവമാണ്. പ്രത്യേകതകളുള്ള വന്യജീവികളെയും കൂടി പരാമർശിച്ചു പോകാൻ തോന്നുന്നു. അതായത് ഇപ്പൊ സിംഹവാലം, കുരങ്ങ്, അങ്ങനെ കേരളത്തിന്റെ മാത്രം അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന ജീവികള്, സസ്യവിഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണ്? ഒരു പശ്ചിമഘട്ടത്തിന്റെ തെക്കേ തലപ്പ് എന്നുള്ള രീതിയിൽ പറയാവുന്നത്. ഇപ്പോൾ കേരളവും തമിഴ്നാടും കർണാടകവും ഒക്കെ ചേരുന്ന ഒരു പ്രദേശം, ആർദ്രത കൂടിയ ഒരു പ്രദേശമുണ്ട്. അപ്പോൾ ആ പ്രദേശത്തിന് വളരെയധികം സവിശേഷതകളുണ്ട്. ഇവിടെ മാത്രം കാണുന്ന 16-17 തരം പക്ഷികളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ നീൽഗിരി പിപ്പിറ്റ് എന്ന് വിളിക്കുന്നൊരു പക്ഷി മൂന്നാർ പോലുള്ള പ്രദേശങ്ങൾ ഉയർന്ന പുൽമേടുകളിൽ മാത്രം, അതായത് ദശലക്ഷക്കണക്കിനായിട്ട് ആ പുൽമേടുകളോട് ഒത്ത് പരിണമിച്ചു വന്ന ജീവജാലങ്ങളാണ്. വയനാടൻ ചിലപ്പനുണ്ട്, അത് വയനാടിൻ്റെ ചില പ്രദേശത്ത് മാത്രം കാണുന്ന പക്ഷിയാണത്. അതുപോലെ നമ്മുടെ തന്നെ മാത്രം സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന പാതാളത്തവള. നമുക്ക് 4 തരത്തിലുള്ള വേഴാമ്പലുണ്ട്. നമ്മുടെ ആനമലയിൽ ഈ 4 വേഴാമ്പലും സമൃദ്ധമായിട്ട് കാണുന്നുണ്ട്. അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. പാണ്ടൻ വേഴാമ്പലും കോഴി വേഴാമ്പലും ഈ 4 ഹോൺബില്ലും ഒരേ സമയത്ത് സംഗമിക്കുന്ന ആനമലൈക്കാടുകളുണ്ട്. അഗസ്ത്യമലയുടെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെങ്കുറിഞ്ഞി എന്ന് വിളിക്കുന്ന ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്ന് വിളിക്കുന്ന ഒരു വൃക്ഷം അവിടെ മാത്രം ഉള്ളതാണ്. പോഡോകാർപ്പസ് എന്ന് വിളിക്കുന്ന ഒരു മരമുണ്ട്. അത് നോവയുടെ പേടകം ഉണ്ടാക്കി എന്നൊക്കെ കഥകളിൽ പറയുന്ന പേടകമാണ്. അത് കാണുന്നത് ഒരു പ്രത്യേക റീജിയണിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോരോ പ്രദേശത്തിനും നമുക്ക് സവിശേഷതയാർന്ന ധാരാളം മരങ്ങൾ, സസ്യജന്തുജാലങ്ങൾ കേരളത്തിൽ ഉണ്ട്. താങ്കളെ സംബന്ധിച്ച് കാടുമായിട്ട് ചേർന്ന് ജീവിച്ചതിൽ, ഇത്രയും കാലം പ്രവർത്തിച്ചതിൽ ഏറ്റവും അധികം കൗതുകമുണർത്തിയ, എക്സൈറ്റ്മെന്റ് തോന്നിച്ച ജീവികളോ സസ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാടില് വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ളത് ചിത്രശലഭങ്ങളാണ്. സംസ്ഥാന ശലഭം എന്ന് വിളിക്കുന്ന ബുദ്ധമയൂരി, അതിന് മുട്ടയിടാനായിട്ട് അല്ലെങ്കിൽ അതിന് ജീവിക്കാനായിട്ട് ഒരു ഒറ്റ സസ്യം മാത്രമേ ഉള്ളൂ ഇന്ന് കേരളത്തിൽ. അത് മുള്ളിലം എന്ന് വിളിക്കുന്ന ഒരു ചെടിയാണ്. അത് നോക്കി എത്ര വർഷത്തെ ഒരു പാരസ്പര്യമായിരിക്കും. നീലക്കടുവ എന്ന് വിളിക്കുന്ന ഒരു ചിത്രശലഭമുണ്ട്. ഇതിൻ്റെ ഭക്ഷണം എന്ന് വിളിക്കുന്നത്, ഇത് പുഴുവായിരിക്കുമ്പോഴൊക്കെ തിന്നുന്നത് വിഷച്ചെടികളെയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ ആ വിഷച്ചെടികൾ ശരീരത്തിൽ വരികയും പിന്നീട് അത് ശലഭമായി പറന്നു കിടക്കുമ്പോൾ അതിനെ വന്ന് മറ്റ് പക്ഷികൾ ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി ശരീരത്തെ സ്വയം വിഷവൽക്കരിക്കുന്ന ഒരു 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 സ്വഭാവമുണ്ടത്. നല്ല മഴക്കാടുകളിലൊക്കെ പോകുമ്പോൾ, ശബരിമല അടക്കമുള്ള പ്രദേശത്ത് പോകുമ്പോൾ, കാടിൻ്റെ മേലേ തലപ്പിൽ താഴേക്ക് അധികം വരാതെ വളരെ വളരെ ലോലമായ ചിറകുകളുമായിട്ട് ഇങ്ങനെ പറന്നു കിടക്കുന്ന വനദേവത എന്ന് വിളിക്കുന്ന മലബാർ ട്രെയിൻ നിഫ് എന്ന് വിളിക്കുക. തൊട്ടാൽ ഇപ്പോൾ പൊടിഞ്ഞു പോകുന്നു. അത്രയും മൃദുലവും ലോലവുമായിട്ട് ആ പ്രകൃതിയുടെ ഒരു ലാസ്യഭാവം, ഒരു നടനമാണ് ഈ നടത്തുന്ന ചിത്രശലഭങ്ങളെ കാണാൻ പറ്റും. പക്ഷെ അതോടൊപ്പം തന്നെ ചിത്രശലഭങ്ങൾ നമ്മുടെ കാടിൻ്റെ ആരോഗ്യത്തെ നല്ലപോലെ വിളിച്ചോതും. വനദേവതകൾ പറന്ന് നടക്കുന്ന ഒരു കാട് നല്ല മഴക്കാടാണെന്ന് നമുക്ക് അപ്പം തന്നെ അറിയാം. പക്ഷെ അതേ സ്ഥാനത്ത് വേറെ ഒരു വരണ്ട പ്രദേശത്ത് കാണേണ്ട ഒരു ശലഭം ഇവിടെ വന്നാൽ അതൊരു മരുവൽക്കരണത്തിൻ്റെ തുടക്കമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഓരോരോ കാടിനും ഓരോരോ ആവാസ വ്യവസ്ഥയ്ക്കും ഉതകുന്ന രീതിയിലുള്ള ശലഭങ്ങൾ അതിൻ്റെ സൂചകങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. മയിലുകൾ ചില പ്രദേശത്ത് ധാരാളമായി കാണുന്നത് അവിടെ കുറച്ചുകൂടി ഡ്രൈ ലാൻഡായി മാറുന്നതിന്റെ സൂചനയാന്ന് പറയുന്ന പോലെ. അപ്പൊ ഇത്തരത്തിലുള്ള മയിലുകളുടെ ആധിക്യത്തിന് ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന അന്തരീക്ഷത്തിൽ ചില സസ്യങ്ങൾക്ക് അമിതമായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. നമ്മുടെ അധിനിവേശ സസ്യങ്ങളെല്ലാം ഇത്തരത്തിൽ ത്വരിതഗതിയിൽ വളരുന്ന സസ്യങ്ങളാണ് എന്നുള്ളൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഹരിതാവരണം നമുക്ക് പൊതുവിൽ കൂടുന്നത് കാണാൻ പറ്റും. ഈ പച്ചപ്പ് കൂടുന്നതോടൊപ്പം തന്നെ ആർദ്രത കുറയുന്നതായിട്ടും കാണാൻ പറ്റും. അതായത് ആർദ്രത കുറയുന്നു എന്ന് പറഞ്ഞാൽ വരൾച്ച കൂടുന്നു എന്നതിൻ്റെ അർത്ഥം. അതിലാണ് നേരത്തെ സൂചിപ്പിച്ച ഈ മയിലുകളുടെ ഒരു ബാഹുല്യം. ഭൂമിക്ക് ഒരു സ്ഥായിയായ ഒരു ഭാവമില്ലല്ലോ. ഇപ്പൊ ഹിമയുഗമൊക്കെ കടന്നിട്ടാണല്ലോ നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം എന്നും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന, മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ആവേഗം കൂടുന്നു, വേഗത മനുഷ്യ ഇടപെടലിൽ കൂടുന്നു എന്നാണല്ലോ. അത്തരത്തില് എന്തൊക്കെ ഇടപെടലാണ് അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മുടെ പല ഭാഗങ്ങളിലും ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ കടൽ ഉയർന്നേക്കാം. നമ്മുടെ എല്ലാ സംസ്കൃതിയും നഗരങ്ങളും വാസയോഗ്യമായ പ്രദേശങ്ങളെല്ലാം മിക്കവാറും നമ്മൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് കടലിനോട് ചേർന്നിട്ടാണ്. ബോംബെ ഒക്കെ മുങ്ങുന്ന പറയുന്നത്. പല നഗരങ്ങളും, ലോകത്തിന്റെ ഭാഗത്തുള്ള പല നഗരങ്ങളും മുങ്ങാനുള്ള സാധ്യതകൾ ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മഴ ദിനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് വല്ലാതെ കുറഞ്ഞു. പക്ഷെ പെയ്യുന്ന മഴ വളരെ ശക്തിയായിട്ട് പെയ്ത് തീർക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഭാഷയിൽ പുതിയ പദപ്രയോഗങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ കൂമ്പാരമേഘം, മേഘവിസ്ഫോടനം, ചക്രവാത ചുഴി എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ പദങ്ങൾ വരുന്നു. ഈ ചാറ്റൽ മേഘങ്ങളൊക്കെ പോയിട്ട് ഇന്ന് കൂമ്പാരമേഘമാണ്. വലിയ വാട്ടർ ടാങ്കാണ് നമ്മുടെ തലയ്ക്ക് മേലെ വെച്ചിരിക്കുന്നത്.
അത് പെയ്തിറങ്ങുമുണ്ടാവുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. അത്രയും താങ്ങാനുള്ള ശേഷിയൊന്നും ഒരു പ്രദേശത്തിന് ഉണ്ടാവില്ല. അത് മണ്ണിടിച്ചിലായും വലിയ പ്രളയങ്ങളായിട്ടൊക്കെ നമുക്ക് ഉണ്ടാവാം. കൂമ്പാരമേഘവും മേഘവിസ്ഫോടനമൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പാപഭാരം മലയാളികളുടെ തലയിൽ മാത്രം വരേണ്ടതല്ലോ. നമ്മളെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ സംസാരിക്കുമ്പോൾ മലയാളി എന്തോ പാപം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ലോകത്ത് ഏറ്റവും അധികം പരിസ്ഥിതിനെ ചൂഷണം ചെയ്യുന്ന രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അമേരിക്കനൊക്കെ ആയിരിക്കും നമുക്ക് പറയേണ്ടി വരിക. മലയാളികൾ ചെയ്യുന്ന അല്ലെങ്കിൽ തിരുത്തേണ്ടത് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. വികസിത രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ധാരാളം ഫോസിൽ ഫ്യൂൽ ഉപയോഗിക്കുന്നു. അതുവഴിയാണ് ടെമ്പറേച്ചർ കൂടിയതെന്നും ഇന്ന് അവർ വികസിച്ച് കഴിഞ്ഞു. പക്ഷെ അതേസമയം നമ്മൾ വികസനം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ വികസിക്കാനും പറ്റില്ല, എന്നാൽ ഇതിന്റെ പാപഫലങ്ങൾ മുഴുവൻ അനുഭവിക്കുകയും വേണമെന്ന് പറഞ്ഞ് 100% ശരിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആഗോള തലത്തിൽ ഇത്തരം ചർച്ചകളിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. പ്രാദേശികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇതിന്റെ ആഘാതങ്ങൾ ഏൽക്കുന്നത് നമ്മളും നമ്മുടെ കുട്ടികളും അടുത്ത് വരാനിരിക്കുന്ന തലമുറകളാണ്. നോക്കൂ, ഇന്ന് കേരളത്തിന്റെ ഒരു ജലപാരിസ്ഥിതിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മാക്രോ ലെവൽ വാട്ടർ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന 4 ഘടകങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന് കേരളത്തിൻ്റെ നിർമ്മിത പ്രതലങ്ങളാണ്, ബിൽട്ടപ്പ് ഏരിയ. അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് 1000 പേർക്ക് 336 ഭവനങ്ങളുണ്ടെന്നാണ് ഇന്നത്തെ കണക്ക്. 1,20,00,000 കണക്കുകളുണ്ടെന്നൊക്കെയാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു വീടിന് നമ്മൾ ശരാശരി ഒരു 1000 സ്ക്വയർ ഫീറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 38,863 ചതുരശ്ര കിലോമീറ്ററുള്ള കേരളത്തിൻ്റെ ഏതാണ്ട് 1200 ചതുരശ്ര കിലോമീറ്റർ നമ്മൾ വീടുകളെ കൊണ്ട് നിറച്ചു. ഓക്കെ, പിന്നെ വീടിന് ചുറ്റും നമ്മൾ ചെയ്യുന്ന ടൈലുകൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് മുറ്റടിക്കാൻ ഇന്റർലോക്കിംഗ് ഇതൊക്കെ കൊണ്ട് വീണ്ടും അത്രയും തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം റോഡുകളുള്ളത് കേരളത്തിലാണ്. ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്റർ ടാറും കോൺക്രീറ്റും ചെയ്ത റോഡുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു റോഡിന് ഒരു 5 മീറ്റർ വീതി വെച്ചാൽ തന്നെ ഇതും വരെ ഏതാണ്ട് ഇതുപോലെ കിടക്കും. പിന്നെ നമ്മുടെ ഓഫീസ് കെട്ടിടങ്ങൾ, ബാക്കിയുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഏതാണ്ട് 1/6 നമ്മൾ ഇതുപോലെ ഇനി വെള്ളം കടക്കാത്ത പ്രതലങ്ങളായിട്ട് നമ്മൾ കെട്ടിയടച്ചു. രണ്ടാമത്തെ ഘടകം അണക്കെട്ടുകളാണ്. നമ്മുടെ അണക്കെട്ടുകളിലൊക്കെ തന്നെ മണ്ണടിയുന്നുണ്ട്, പുഴകൾ തൂർന്നു പോകുന്നുണ്ട്. അപ്പോൾ സംഭരണശേഷി വല്ലാതെ കുറയുന്നു. ഇത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്. മൂന്നാമത് നമ്മുടെ ബാക്ക് വാട്ടേഴ്സ്, നമ്മുടെ തണ്ണീർത്തടങ്ങൾ. ഇപ്പോൾ നോക്കൂ, മധ്യ തിരുവിതാംകൂറിലേക്ക് ഒഴുകി ഇറങ്ങുന്ന എല്ലാ നദികളും ചേർന്നിട്ട് ഈ 6 നദികളുടെ എല്ലാ വെള്ളവും സ്വീകരിച്ചിരുന്നത് കുട്ടനാടാണ്. പല രീതിയിലുള്ള മണ്ണിടിച്ചിലിനൊക്കെ വിധേയമാവുന്നുണ്ട്. അപ്പോൾ സംഭരണശേഷി വല്ലാതെ കുറയുന്നു. നാലാമത്തെ ഒരു വലിയ ഘടകമാണ് വനം നിർവഹിക്കുന്ന 2 സുപ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ആർത്തലച്ച് പെയ്യുന്ന ഈ മഴയെ വൃക്ഷത്തലപ്പുകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മണ്ണിലേക്ക് ആഴ്ത്തിയിറക്കുന്നുണ്ട്. ഇതിന് 2 ധർമ്മങ്ങളാണ്. ഒന്ന് ഇൻട്രസെപ്ഷൻ, 2 ഇൻഫിൽട്രേഷൻ. ആനമുടിയുടെ മേലെ പെയ്യുന്ന ഒരു മഴത്തുള്ളി വൃക്ഷാവരണമില്ലെങ്കിൽ, ഹരിതാവരണമില്ലെങ്കിൽ അത് 22 മണിക്കൂർ കൊണ്ട് അറബിക്കടലിൽ ചെല്ലും. നമുക്ക് 2 മൺസൂണേ ഉള്ളൂ. അബ്സോർപ്ഷൻ കുറയും, ഉപരിതല പ്രവാഹം കൂടും, മണ്ണൊലിപ്പ് കൂടും, അത് പ്രളയമായിട്ട് മാറി പെയ്യുന്ന മഴയുടെ എനർജിയെ, ഊർജത്തെ ചെതറി മണ്ണിലേക്ക് ആഴ്ത്തിയിറക്കി വർഷം മുഴുവൻ നമുക്ക് വെള്ളമായി, കുടിവെള്ളമായും ബാക്കിയുള്ള ഉറവകളായി തരാനുള്ള ഒരു വലിയ ധർമ്മം കാട് നിർവഹിക്കുന്നുണ്ട്. ഈ കഴിവ് നിർവഹിക്കാനുള്ള കാടിൻ്റെ കഴിവ് ഒരു 30-40% ഇപ്പോൾ ഉള്ളൂ. കാരണം കാട് പല വിധത്തിലുള്ള ശോഷണത്തിന് വിധേയമായിട്ടുണ്ട്. പക്ഷേ നിർമ്മിത പ്രതലത്തെ അത്ര പെട്ടെന്ന് നമുക്ക് കേരളത്തിൽ ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അണക്കെട്ടുകളുടെ ജലസംഭരണ ശേഷി കൂട്ടുന്നതിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ നികന്നു പോയ നമ്മുടെ നെൽവയലുകൾ, ജലാശയങ്ങൾ, ബാക്ക് വാട്ടേഴ്സ്, കായലുകൾ, ചതുപ്പുകൾ, ഇതും നമുക്ക് തിരിച്ചു പിടിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ നമുക്ക് അവശേഷിക്കുന്ന കേരളത്തിൻ്റെ ജലസുരക്ഷയെ നിലനിർത്താനായിട്ട് അവശേഷിക്കുന്ന ഏറ്റവും വലിയ മാർഗം കാടിൻ്റെ ഈ ആരോഗ്യത്തെ ഈ 30% നിന്ന് 40, 50, 60% എത്തിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് വനംവകുപ്പ് വികസിപ്പിക്കുകയല്ല, കാടിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക. പക്ഷെ ആരോഗ്യത്തിനല്ലേ പിന്നോട്ടടിച്ചതിൽ നമ്മുടെ ചില പദ്ധതികളും വലിയ ഘടകമില്ല. അതായത് ഇപ്പൊ ഈ അക്കേഷ്യ പോലുള്ള മരങ്ങൾ കൊണ്ടുവന്ന മൂലം ഇൻഡിജീനസ് ആയിട്ടുള്ള സ്പീഷീസുകൾ മുഴുവൻ പോയതൊക്കെ അതിലൊരു ഘടകം. തീർച്ചയായിട്ടും ആണ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ പരമമായ ഉദ്ദേശം എന്ന് വിളിക്കുന്നത് വിഭവ ചൂഷണം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് വനംവകുപ്പും രൂപീകരിക്കുന്നത്. കൊളോണിയലിസത്തിന് നാവിക കപ്പലുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഓക്കുമരങ്ങൾ വല്ലാതെ കുറയുന്ന സാഹചര്യത്തിൽ അതിന് തത്തുല്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മരമായിട്ട് അവർ കണ്ടുപിടിച്ചത് നമ്മുടെ മലബാറിലെ തേക്ക് തടികളാണ്. 1960കളുടെയൊക്കെ പകുതി കഴിയുമ്പോഴാണ് ഈ കാട്ടിൽ നിന്നുള്ള സ്വാഭാവികമായുള്ള വനവിഭവങ്ങൾ വന വ്യവസായശാലകൾക്ക് കൊടുക്കുന്നത് കുറയുന്നു.
അതിൻ്റെ അളവ് കുറയുന്നു. അതിനു വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അന്ന് തൊഴിൽ വേണം എന്നുള്ളതാണ് നയം. അതിനായിട്ട് സ്വാഭാവിക വനങ്ങൾ വെട്ടിവിളിപ്പിക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളെല്ലാം അക്കേഷ്യ, യൂക്കാലിപ്റ്റസ് എല്ലാം തന്നെ നട്ടു വളർത്തുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 32,000 ഹെക്ടറാണ് ഇത്തരം പ്ലാന്റേഷൻ. അതായത് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 1% ഈ കാടുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. 2001 കേരള ഗവൺമെൻറ് വനംവകുപ്പും പരിസ്ഥിതി പുനഃസ്ഥാപന നയം എന്ന് വിളിക്കുന്ന ഒരു പുതിയ നയം കൊണ്ടുവന്നു. അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം ഇനിമേൽ കേരളത്തിലെ കാടുകളിൽ അക്കേഷ്യ, യൂക്കാലിപ്റ്റസും വനംവകുപ്പ് നടുന്നില്ലെന്നുള്ളതാണ്. ഈ യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ പോലുള്ള മരങ്ങൾ കുറേ കാലമായല്ലോ, പതിറ്റാണ്ടുകളായല്ലോ ഇപ്പൊ കേരളത്തിൽ. അപ്പം അവിടെ ഒരു പ്രത്യേകത, ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ടാവില്ല, അതിനെ ആശ്രയിക്കുന്ന ജീവികൾ ഉണ്ടാവില്ല, അങ്ങനെ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവും. പല സസ്യങ്ങളും നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിദേശത്ത് നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ സ്വദേശിയാവുന്ന പാരമ്പര്യമുണ്ട്. തേങ്ങയടക്കം 2000 വർഷമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ തേങ്ങ നമ്മുടെ കേരളക്കരയിൽ എത്തിയിട്ട്. ഒഴുകി വന്നതാണോ, ഏതെങ്കിലും വണിക്കുകൾ വാണിജ്യത്തിന് കൊണ്ട് നമുക്ക് അറിയില്ല. കടൽ വഴി ഒഴുകി വന്ന പ്രബലമായിട്ടുള്ളൊരു തിയറി ഉണ്ട്. 2000 വർഷത്തിനുള്ളിൽ കേരളം സന്ദർശിച്ച ധാരാളം വിദേശ സഞ്ചാരികളുണ്ട്. ഇവരുടെ എല്ലാം ഈ അവരുടെ എഴുത്തുകൾ, യാത്രാവിവരണ കുറിപ്പുകൾ വായിക്കുമ്പോൾ ഈ തേങ്ങ ക്രമാനുഗതമായി പതിയെ കേരളത്തിൻ്റെ തീരപ്രദേശം കീഴടക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രം കാണാൻ കഴിയും. ഏതാണ്ട് AD 15 ആകുമ്പോൾ ഡച്ച് ഭരണത്തിൻ്റെയൊക്കെ സമയത്താണ് ഇതൊരു ഒരു 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 വ്യാവസായിക, കൊമേഴ്സ്യൽ, ഒരു വാണിജ്യ കൃഷിയുടെ രൂപത്തിലേക്ക് മാറിക്കൊണ്ട് പോകും. അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പ്രകൃതിയെ വല്ലാതെ മാറ്റിമറിച്ച ഒരു വിള ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തേങ്ങ പറയും. രണ്ടാമത്തെ വിള നെല്ലാണ്. കരനെല്ലൊക്കെ കേരളത്തിൽ ഉണ്ടായി കാണും. പക്ഷെ നീർനില കൃഷി, വെറ്റ്ലാൻഡ് പാഡി എന്ന് വിളിക്കുന്നത് ഇതുപോലെ വന്നതാണ്. അത് നമ്മുടേതല്ല, ശരിക്കും നമ്മുടേതല്ല എന്നുള്ളതാണ്. അത് എല്ലാം തന്നെ അതാണ് ലോകം എന്ന് വിളിക്കുന്നത് കൊടുക്കൽ വാങ്ങുകളുടേതാണ്. അത് പറങ്കി മാങ്ങ, പൈനാപ്പിൾ. ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കേരളത്തിൽ 2000 വർഷത്തിന് ഉള്ളിൽ വന്നതൊന്നും ഞാൻ കഴിക്കില്ല എന്നൊരു വാശി പിടിച്ചാൽ അതിനകത്ത് മിക്കവാറും മറ്റേ മാങ്ങ അച്ചാർ ബാക്കിയുണ്ടാവും, വാഴയിലയും ബാക്കിയുണ്ടാവും. നമുക്ക് ശാസ്ത്രനാമം എടുത്തു നോക്കിയപ്പോൾ ടമറിൻഡസ് ഇൻഡിക്കസ് നമ്മുടെ വാളംപുളിയുടെ ശാസ്ത്രനാമമാണ്. 2 ഇന്ത്യ എന്നുള്ള വാക്ക് അതിനകത്തുണ്ട്. പക്ഷെ ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പ് അത് ആഫ്രിക്കയിൽ നിന്ന് വന്നതെന്ന് പറയാം. അപ്പോൾ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. സാർ നേരത്തെ പ്ലാന്റേഷൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് തേയിലത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ എപ്പോഴും കാട് നശിപ്പിച്ചതിൽ ഒരു പൊതുസമൂഹം എപ്പോഴും കുറ്റക്കാരെ കാണുന്ന ഒരു വിഭാഗമാണ് കുടിയേറ്റക്കാർ. ശരിക്കും കുടിയേറ്റക്കാർ നശിപ്പിച്ചതിൻ്റെയൊക്കെ 10,000 മടങ്ങ് വനനശീകരണം ഈ പ്ലാന്റേഷൻസിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടില്ലേ? ആ ഒരു കാര്യത്തിൽ നമ്മൾ ജനങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കണം എന്ന് തോന്നുന്നില്ലേ? കുടിയേറ്റ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1920കളിലാണത് ആരംഭിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ, പിന്നെ മലബാറിൽ, പിന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കയം, പിന്നീട് റാണിപുരം, കാസർഗോഡ്, അങ്ങനെ 20കളിൽ ആരംഭിച്ച് 60കൾ 70കൾ വരെ പോയ ഒരു ഒരു പ്രസ്ഥാനം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു കാര്യമാണ്. ജനങ്ങളുടെ പട്ടിണി മാറ്റാനായിട്ട് ഭരണകൂടം പറഞ്ഞു വിട്ട വലിയ യുദ്ധസമാനമായ രീതിയിൽ മലകയറിപ്പോയ ആളുകളാണ് ആര്? ആദ്യകാല കുടിയേറ്റ കർഷകർ. ആദ്യകാലത്ത് ആണുങ്ങൾ മാത്രമേ പോവുള്ളൂ നിബിഡ വനത്തിലേക്ക്. ഒട്ടനവധി പേര് മരിക്കുകയാണ്. യുദ്ധമാണ്. അവർ കമാൻഡോസ് നമ്മൾ വിളിക്കേണ്ടത്, ദേശീയ നായക പരിവേഷം കൊടുക്കേണ്ടതാണ്. അമേരിക്കയിലൊക്കെ വൈൽഡ് വെസ്റ്റ് കീഴടക്കിയ ആളുകൾ ദേശീയ നായക പരിവേഷമുണ്ട്. നമ്മളത് കൊടുത്തിട്ടില്ല. അത് നോക്കൂ, ഇന്ന് ഈ പ്രകൃതി എന്ന് വിളിക്കുന്നത് നമ്മൾ ഇന്നത്തെ കാഴ്ചപ്പാടില്ല അതിനെ കാണുന്നത്. അന്ന് അതായിരുന്നു വലിയ ശരികൾ. ഒരു കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ നിലനിർത്താനായിട്ട്, സൃഷ്ടിക്കാനായിട്ട് വലിയ പങ്ക് വഹിച്ചു. പട്ടിണി മാറ്റുന്നതിൽ വഹിച്ച വളരെ നിർണായകമായിട്ടുള്ള പങ്ക്. നമ്മൾ അധ്വാനത്തിന്റെ ലോകം, ഒരു മാതൃക നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നതാണ്. പിന്നീട് നടന്ന ചെറിയ ചില കയ്യേറ്റങ്ങളെയും ഈ കുടിയേറ്റത്തെയും നമ്മൾ ഒരേ നുഖത്തിൽ കെട്ടി എന്നുള്ളതാണ് പ്രശ്നം. കയ്യേറ്റം എന്ന് വിളിക്കുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാടിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വഴി തെറ്റുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പണ്ട് പല കഥകളും കേൾക്കാറുണ്ട്. നമ്മൾ മാർക്കിംഗ് സാധനങ്ങളൊക്കെ വെക്കുക. ആ തരത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ വഴി തെറ്റിപ്പോയ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് 2004 പെരിയാർ കടുവ സങ്കേതമാണ്. അപ്പോൾ പെരിയാറിലെ ഒരുപക്ഷെ വെസ്റ്റേൺ ഗാട്സിൽ നിന്ന് ബാക്കി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ട്രക്കിംഗ് റൂട്ട് ആ പെരിയാറിൻ്റെ അകത്തു കൂടെയാണ്. അത് ടൂറിസ്റ്റുകൾക്കൊന്നും അവൈലബിൾ അല്ല. നേരെ മറിച്ച് ഞങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൂട്ട് 4 ദിവസം താമസിക്കണം കാട്ടിൽ. അവസാനത്തെ ദിവസം വൈകുന്നേരത്തെ അവസാനത്തെ ക്യാമ്പിലേക്ക് ചെന്ന് നമ്മൾ ക്യാമ്പ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ 4 പേരെ കാണാനില്ല. വഴിതെറ്റി മനസ്സിലായപ്പോൾ തന്നെ ഉടൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീം 2-3 ടീമുകളാക്കി തിരിഞ്ഞിവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആയി കാണും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടക്കുന്നുണ്ട്. പുഴയുടെ തീരത്ത് ഇങ്ങനെ. അപ്പോൾ പകുതി ബോധത്തിലാണ് എല്ലാവരും ഉറങ്ങുന്നത്. കാരണം നടന്നതിൻ്റെ ക്ഷീണമുണ്ട്, പക്ഷേ ഇവർ വന്നിട്ടില്ല എന്നുള്ളൊരു ബോധം കൂടെയുണ്ട്.
അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. അപ്പോൾ അന്ന് രാത്രി ഒരു എല്ലാവരും മയങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ബഹളം കേട്ടു. ഞാൻ സൈഡിലാണ് കിടക്കുന്നത്. ഞാനിങ്ങനെ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണാം, ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കുകയാണ് ഈ എൻ്റെ കൂടെ കിടന്നിരുന്ന എല്ലാവരും 10-16 പേരുള്ള എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ പേര് സ്ലീപ്പിംഗ് ബാഗിന് അകത്ത് കിടന്ന് യുദ്ധം, ഒരാളെ ചവിട്ടി തെറിപ്പിച്ച് പുഴയെ കിടക്കുന്നു. അപ്പോൾ ഞാൻ ചാടി മാറി നിൽക്കുകയാണ്. വേറൊരാൾ തോക്കെടുത്ത് മുകളിലേക്ക് ഇത് ഫയർ ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് അവിടെ ഒരു വലിയൊരു കലാപം നടക്കുന്നു, യുദ്ധക്കളാവ് രാത്രി. അത് കണ്ട് എല്ലാം ശാന്താവുന്നുണ്ട്. പിന്നെ എന്താണെന്നെല്ലാം ഒന്ന് റീഗ്രൂപ്പ് ചെയ്ത് വന്നപ്പോഴാണ് അറിയുന്നത്, അതിൽ കിടന്നിരുന്ന ആരോ ഒരാളൊരു സ്വപ്നം കണ്ടു, ഈ ക്യാമ്പിനെ ആരോ ആക്രമിച്ചു. അപ്പോൾ അയാളുടെ സ്വയം പ്രതിരോധം അയാൾ തീർത്തത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആളുടെ കഴുത്തിന് കയറി പിടിച്ചു. അപ്പോൾ അയാൾ പിന്നെ പ്രതിരോധിച്ചാണ് അങ്ങനെ വന്നിട്ടുള്ള സംഘർഷം. അതൊരു മാസ് ഹിസ്റ്റീരിയ. അത് സംഭവിച്ചത് ഈ പറയുന്നൊരു ഭീതിയുടെ ഒരു എലിമെന്റ് മനസ്സിൽ കിടന്നുകൊണ്ടാണ്, ഈ വഴിതെറ്റിയ ആളുകളുടെ. അതേ സമയത്ത് തന്നെ അവരെ കണ്ടുപിടിക്കുന്നുണ്ട് കാട്ടിൽ നിന്ന്. അവർക്ക് വലിയ പിഴ ഈടാക്കുന്നുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും എത്രയോ അന്നത്തെ വലിയ തുക ഈടാക്കി അവരെ കണ്ടുപിടിക്കാൻ പോയ ആദിവാസി സുഹൃത്തുക്കൾക്ക് പാരിതോഷികം കണ്ടു കൊടുക്കാനും പറയുന്നത്. ഇത്തരത്തിൽ കാടിന്റെ ഒരു നിഗൂഢതയിലേക്ക് പോകുമ്പോഴേ അപ്പൊ ഒരു മെന്റൽ ഫിറ്റ്നസ് എന്നുള്ളത് ഒരു ആവശ്യകത ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ഇൻസിഡന്റിന് ശേഷം? ഈ ഒരു സംഭവം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കാട് പ്രദാനം ചെയ്തിട്ടുള്ള എല്ലാം വളരെ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളും നിമിഷങ്ങളുമാണ്. കാരണം കാട് സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും കാട്ടിൽ വെച്ച് ആരെങ്കിലും മരിക്കുന്നത് നമ്മൾ വളരെ അപൂർവമായിട്ട് കാണുള്ളൂ. ഞങ്ങളിങ്ങനെ ഈ പോകുന്നത് അതിൽ എത്രയോ മടങ്ങ് കൂടുതലാണ് ഒരു വാഹനാപകടത്തിൽ തെരുവിലിറങ്ങിക്കുമ്പോൾ ഒരു വണ്ടി വന്ന് നമ്മളെ ഒരു ആക്സിഡന്റ് ആവാനുള്ള സാധ്യത. എന്നിട്ട് നമുക്ക് കാട് പേടി വരും. അത് ആദ്യത്തെ ഒരു പ്രശ്നം മാത്രമാണ്. കാടിനെ ഒന്ന് അറിയുക എന്ന് വിളിക്കുന്നതാണ് ഇത് പ്രധാനപ്പെട്ടത്. പലതരത്തിലുള്ള കാടുകളുണ്ട്. ഈ കാടിന് ഓരോന്നിനും പലതരത്തിലുള്ള ഭാവങ്ങളുണ്ടാവും. ഇപ്പോൾ ഇലമുഴിയും കാടിൻ്റെ ഒരു വന്യതയാണ്. അത് എം ടി വാസുദേവൻ നായർ 2-ാം കൂടത്തിൽ എഴുതുന്നുണ്ട്. പൂത്ത കുടകപ്പാലകളുടെ ഗന്ധം, പലാശപ്പൂക്കൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു ഭാവമാണ്. അതൊരു വന്യത, വശ്യതയും വന്യതയും ചേർന്ന ഭാവമാണ്. എന്നാൽ മഴക്കാട്, ഇപ്പോൾ സൈലന്റ് വാലിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു വലിയ കപ്പോളയുടെ കീഴിൽ നിസാരനായ മനുഷ്യൻ, അതൊരു വിഷാദഭാവമാണ് നമുക്ക് കലർന്ന് നിൽക്കുന്നത്. ആമസോണിന്റെ അതിനെ ഗ്രീൻ ബസലിക്ക എന്ന് വിളിക്കുന്നത് തന്നെ നമ്മൾ നിസാരനാണ് നമ്മൾ തോന്നിപ്പിക്കുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ ഊഷരമായ ഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ തുറസിൽ നമ്മൾ സഞ്ചരിക്കുന്ന ചില ഭാവങ്ങളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇലപൊഴിയും കാടുകളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ആ കാടിൻ്റെ ഭംഗി, പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുന്ന നിലാവ് കാണുന്നത് ഭയങ്കര ഭംഗിയാണ്. ഒരു റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയിൽ പറയും, മഞ്ഞിൻ്റെ നൊസുള്ള രാത്രി എന്ന് പറയുന്ന ആ ഒരു നിലാവ് ഊറി ഇറങ്ങുന്ന കാണാന്ന് പറയും. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ കാട് എപ്പോഴും നല്ല അനുഭവങ്ങളെ നമുക്ക് തരുള്ളൂ. ഈ കാട്ടിലുണ്ടല്ലോ ജീവികൾ, വന്യജീവികൾ, പ്രത്യേകിച്ച് വലിയ ജീവികൾ, ആന, കടുവയൊക്കെ ചത്തുപോകുമ്പോൾ എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുമോ? ഇത്തരം പോസ്റ്റ്മോർട്ടങ്ങളിൽ കണ്ടെത്തിയ ചില അത്ഭുതപ്പെടുത്തിയ ചില കണ്ടെത്തലുകൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടുള്ള മരണം കാട്ടിലുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു ഇര തേടുന്ന പ്രക്രിയയിൽ മരണപ്പെടുന്ന ജീവികളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ട കാര്യം. അസ്വാഭാവികത തോന്നുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത്. അസ്വാഭാവികത എന്ന് പറയുമ്പോൾ അത് വെറും വേട്ട മാത്രമല്ല, ചില ആരോഗ്യകരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അത് സ്വാഭാവികതയുടെ ലക്ഷണങ്ങൾ. അസ്വാഭാവികത വിളിക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രത്യക്ഷത്തിൽ നല്ല ആരോഗ്യമുള്ള ഒരു ജീവി പെട്ടെന്ന് മരിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ അതിൽ രക്തം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാവും, മുറിവ് ഉണ്ടായേക്കാം, ഇലക്ട്രോക്യൂഷന്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, 2 സെക്സുമുള്ള കടുവ കണ്ടിട്ടുണ്ട്. ഇന്റർസെക്സ് കടുവ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 2 പ്രത്യുൽപാദന അവയവങ്ങളും ജെനിറ്റൽസ് ഒരു കടുവയിൽ തന്നെ 1-2 കേസുകൾ ഡോക്ടർ അരുൺ സക്കറിയാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അത് നമ്മൾ വയനാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഒരു നരഭോജിയായി മാറിയ ഒരു കടുവയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരു കമ്മൽ കണ്ടെത്തുന്ന നമ്മൾ ഹോണ്ട് ചെയ്യുന്നതും നമ്മൾ ആലോചിക്കുന്നതുമായിട്ടുള്ള സംഭവം. ഇന്റർസെക്സിനെ പറ്റി പറഞ്ഞല്ലോ, ഈ മൃഗങ്ങളുടെ ഇടയിൽ ഹോമോസെക്ഷുവാലിറ്റി എങ്ങനെയാണ്? സാധാരണമാണോ? അത്ര സാധാരണ അല്ല. ഈ ഒന്ന്, മൃഗശാലകളിൽ ചില ജീവികളിൽ ഇത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വന്യജീവികളിലും അപൂർവമായിട്ടൊക്കെ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കുരങ്ങ് വർഗത്തിലുള്ള ജീവികളിലൊക്കെ ഇത് പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ഒരു നിരീക്ഷണത്തിന് അപ്പുറത്തേക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വാലിഡേഷനിലേക്ക് നമുക്കങ്ങനെ പരിപൂർണമായിട്ടും ഇത് അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ മനുഷ്യരിലൊക്കെ ഒബ്സർവ് ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ശാസ്ത്രം പറയുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ആനകളടക്കമുള്ള ജീവികൾ എന്താ പറയുക, ഒരു ബാച്ചിലർ ഹെഡ് അല്ലെങ്കിൽ ഓൾ മെയിൽ ഗ്രൂപ്പുകളായിട്ട് മാറുന്നുണ്ട്. അതിന് പക്ഷേ ഒരു ഹോമോസെക്ഷൽ എന്നുള്ള രീതിയിലല്ല, നേരെ മറിച്ച് ഈ ക്രോപ്പ് റൈഡിങ്ങിന് പോകുമ്പോൾ ഈ റിസ്ക് ഒന്ന് ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്
ഈ കുട്ടി ആനകളെല്ലാം അല്ലെങ്കിൽ കുറച്ച് കുറുമ്പ് കാണിക്കുന്ന ആനകളെല്ലാം തന്നെ ഒന്നിച്ചു ചേർന്ന് പോകുന്നൊരു പ്രവണത കാണിക്കുന്നുണ്ട്. ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പൊതുവെ വനത്തിനെയോ അവിടുത്തെ വന്യജീവികളെയോ അധികം ഭീതിയോടെ കാണുന്നവരായിരിക്കില്ല. അതിൻ്റെ ഒരുവിധം സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കിയവരായിരിക്കും നിങ്ങൾ. പക്ഷെ എങ്കിലും നമ്മൾ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് പേടി തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കുന്ന മൃഗങ്ങളെ ഏതാ? പേടി എന്നുള്ളതല്ല, കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും, കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു മൃഗം കരടിയാണ്. കരടിക്ക് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സ്വഭാവമുണ്ട്. അത് വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം. ഒരിക്കൽ കുമളി ടൗണിൽ കരടി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വന്നു. ഇതിനെ പിടിച്ചു മാറ്റാം എന്ന് വെച്ചൊരു കൂട് വെച്ചു. അപ്പോൾ കൂട്ടിൽ ഒരു കൂട് വെച്ച് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഇത് കൂട്ടി കയറി. രാവിലെ വിവരം കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു പ്രശ്നം പരിഹരിച്ചു എന്നുള്ള അഭിമാനത്തോടുകൂടി നിൽക്കുമ്പോൾ ഇത് കാണുന്ന സീൻ ഇങ്ങനെ നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ കഥയിലൊക്കെ പഠിച്ചിട്ട് പോലെ ഒരു ഫയൽമാനെ പോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ കമ്പി ഇങ്ങനെ കൂടിൻ്റെ കമ്പി ഇങ്ങനെ വളച്ചിട്ട് ഇത് വളരെ ഇറങ്ങിപ്പോവാണ്. പക്ഷെ അത് നിങ്ങൾ ആക്രമിച്ചില്ല, അത് വലിയ ചെയ്തില്ല, അത് അതിന്റെ വഴിക്ക് പോവാണ്. അപ്പൊ കരടിക്ക് അത്തരത്തിലുള്ള ചില ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കരടിയുടെ ഒരു സീൻ നോർത്ത് ഇന്ത്യൻ കാട്ടിൽ കണ്ടിട്ടുണ്ട്. അതൊരു മരണമായിരുന്നു. കരടി മരിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിൽ ഒരു വലിയ പൊത്തിൽ കൈയിട്ടിട്ട് തേൻ കുടിക്കാൻ വേണ്ടി ഒന്നും ആയിരിക്കണം. അതിന് സമയത്ത് തേനീച്ച കുത്തുന്നുണ്ട്, സാധാരണ കുത്താറില്ല. അപ്പോൾ അത് അവിടെയുള്ള ആളുകൾ പറയുന്നത് ആ ചെറിയ പൊത്തായിരുന്നു. ഈ തേനീച്ച കുത്തിയതോടുകൂടി കൈ നീര് വന്ന് വീർത്ത സമയത്ത് പിൻവലിക്കാൻ പറ്റാതെ മരിച്ചുപോയ ഒരു കരടിയുടെ ഒരു അതാണ് അന്ന് നോർത്ത് ഇന്ത്യയിലെ കാടുകൾ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കാണിച്ചു തന്നൊരു ചിത്രം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി സീൻ കണ്ടിരുന്നു. കരടി ഇങ്ങനെ ഒരു വൃക്ഷത്തെ ആലിംഗനം ചെയ്തിരിക്കുന്ന പോലെയുള്ള കുറച്ച് പഴകി തുടങ്ങിയ ഒരു ശരീരമാണ്. കാടിനെ നന്നായി അറിയുന്നവരാണ് നിങ്ങൾ. പക്ഷെ എങ്കിലും ചില എൻകൗണ്ടേഴ്സ് ഒക്കെ നേരിട്ടിട്ടുണ്ടാവും. അത്തരം എൻകൗണ്ടേഴ്സിനെ കുറിച്ചൊന്ന്, അനുഭവങ്ങളെ കുറിച്ച് പറയാമോ? ഞങ്ങളൊരു പെരിയാർ കടുവാ സങ്കേതത്തിലെ ഒരു ക്യാമ്പിൽ നിന്ന് വലിയൊരു കൂട്ടുകാരൻ, ഞങ്ങളൊരു വലിയ രാത്രി ക്യാമ്പ് ചെയ്തിട്ട് താഴേക്ക് നടന്നിറങ്ങുന്നു. ഒരു കയറ്റം ഇറങ്ങി വീണ്ടും കയറുമ്പോൾ തൊട്ട് മുമ്പിൽ ഒരു ആന നിൽക്കുന്നുണ്ട്. അത് ചിഹ്നം വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇദ്ദേഹം സ്റ്റാഫ്, എൻ്റെ സഹപ്രവർത്തകൻ അത് ഫയർ ചെയ്യുന്നുണ്ട് ആകാശത്തേക്ക്. 2-3 തവണ ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആനയ്ക്ക് ഒരു കുലുക്കില്ല. അത് സാധാരണ ഇതിൽ ഓടിപ്പോണ്ടാണ് ചാർജ് ചെയ്ത്. അപ്പോൾ ഞങ്ങളെല്ലാം ഓടുന്നുണ്ട്. അപ്പോൾ അവസാനം അപ്പോൾ ഒരു ഇത്തിരി പൊക്കം കൂടിയ സ്ഥലമാണ്, 2 വശത്തും ചരിവാണ്. അത് ഈ കൊങ്കിണി ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന, വലിയ മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നെല്ലി മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇതിൻ്റെ തുമ്പിക്കൈ എന്നെ തൊടുന്നത് അറിയാൻ പറ്റും. എൻ്റെ പുറകിൽ ബാഗുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകൻ എന്നെ തള്ളിയിടുന്നുണ്ട്. അയാൾ അപ്പുറത്തേക്കും ചാടി, ഞാൻ ഇപ്പുറത്തേക്കും വീണു. ഈ മുൾച്ചെടി കൂടെ ഞങ്ങൾ വന്ന് ഞാൻ പിന്നെ ഒരു മരത്തിൻ്റെ മുകളിൽ കുറേ നേരം കയറിയിരുന്നു. പിന്നെ കാണുന്ന സീൻ എന്ന് വിളിക്കുന്ന ഈ ആന എൻ്റെ ബാഗ് താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. ഈ ആന മുകളിൽ നിന്നിട്ട് ഈ ബാഗ് ചവിട്ടി ഉരയ്ക്കുന്നതാണ്, ചവിട്ടി ഞെരിക്കുന്നതാണ്. ആയിരുന്നു തന്നെ. അത് വളരെ ഇതായിരുന്നു. പക്ഷേ പിന്നീട് രസകരം എന്ന് വിളിക്കുന്നത്, പിന്നീട് നമ്മളത് ആന പോയി ഞങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്. സാധാരണഗതിയിൽ പെരിയാറിലെ ആനകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. അത് ഈ ആനയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലാത്ത ആനയായിരുന്നു. ഒരു ബധിരനായിട്ടുള്ള ആനയാണ്. അതുകൊണ്ടാണ് വെടിവെച്ചപ്പോൾ ഇതിന് കേൾക്കാൻ പറ്റാതെ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആന ഇപ്പം മരത്തൊലികള്, പിന്നെ അതുപോലെ ഇലകൾ കഴിക്കും, പിന്നെ കടുവയും പുലിയൊക്കെ ഈ കാട്ടുപൂത്തിനെയൊക്കെ കഴിക്കും എന്നൊക്കെ നമുക്കറിയാം. ഈ ജീവികളുടെ ഇടയിൽ വിചിത്രമായിട്ടുള്ള ഭക്ഷണ രീതികളുള്ള ജീവികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളിപ്പുലിക്ക് എന്ത് ഭക്ഷണവും പറ്റും എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ അല്ല ഞാൻ പറയുന്നത്. പുള്ളിപ്പുലിയുടെ 40% ഭക്ഷണം ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്ത്, നമ്മുടെ കേരളത്തിൽ പുലികൾ ആരെയും ആക്രമിച്ചിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ 1-2 അപൂർവ സംഭവങ്ങൾ, മരണമൊന്നുമില്ല. പക്ഷെ എന്നാലും അത് അധികമായിട്ട് ജനവാസ മേഖലകളിൽ കാണുന്നതിന്റെ ഒരു കാരണം ഈ പട്ടികൾ, നമുക്ക് നാട്ടിൽ തെരുവുപട്ടികൾ. അതാണ് ഈ അടുത്ത കാലത്ത് CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നതൊക്കെ പട്ടികളുമായിട്ടുള്ള. ഞാൻ വിചാരിച്ചത് ഈറ്റങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പട്ടീനെ കൊണ്ടുപോകുന്നതാണ്. അല്ല, മുംബൈ നഗരത്തിന്റെ നടുവിൽ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, ബോറിവില്ലി നാഷണൽ പാർക്ക്. അവിടെ ധാരാളം പുലികളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എത്രയോ ദൂരം അകലെ പൂനെ നഗരത്തില് ഒരു ബസ് സ്റ്റാൻഡില് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രൈവർ രാവിലെ അത് അവിടുത്തെ സ്റ്റേറ്റ് ബസ് ഓടിക്കാനായിട്ട് എടുക്കാൻ ഡ്രൈവർ വരുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു പുലി ഇരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്തൊന്നും കാടില്ല. കാരണം ഇത് വളരെ അഡാപ്റ്റബിളായിട്ട് ജീവിക്കാൻ പഠിച്ചൊരു ജീവിയാണ്. അപ്പോൾ ചെറിയ നമ്മുടെ തോട് വഴി അല്ലെങ്കിൽ പ്രളയത്തിൽ ഒഴുകി വരാം, ഇങ്ങനെയുള്ള പല സാധ്യത കൊണ്ടും ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് വരാൻ, ചെറിയ ചെറിയ പൊന്തക്കാടുകളിലൊക്കെ ജീവിക്കാനുള്ള അഡാപ്റ്റേഷനുള്ള ജീവിയാണ്. പൂച്ചയെ പോലെ തന്നെ പല്ലി തൊട്ട് പട്ടി എന്ത് ജീവിയെയും ഭക്ഷിച്ച് ജീവിക്കാനുള്ള അഡാപ്റ്റബിലിറ്റി ഉള്ള ജീവിയാണ്. പിന്നെ ഇതിനുള്ള കൗതുകരമായിട്ടുള്ളൊരു കാര്യം, മത്സ്യം ഭക്ഷിച്ച് ജീവിക്കുന്ന കടുവയുണ്ട്. അത് സുന്ദർബൻസിലാണ്.
അപ്പോൾ അവിടെ അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു അഡാപ്റ്റേഷൻ അവിടെ വരുന്നുണ്ട്. വനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലും വന്യജീവികളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതല്ലാതെ സസ്യങ്ങളിൽ ഭയങ്കര കൗതുകം തോന്നിയ അത്ഭുതപ്പെടുത്തിയ സസ്യങ്ങൾ വല്ലതും ഉണ്ടോ? പുല്ലാനിവള്ളി. ഈ പുല്ലാനിവള്ളി ശരിക്കും നല്ല കാട്ടിൽ ഇലവഴിയും കാടിൽ പടർന്നു കയറുന്നൊരു സസ്യമാണ്. അപ്പോൾ നമ്മൾ നല്ല വേർത്ത് കുളിച്ച് നടന്ന് തളർന്ന് ചെല്ലുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ആ വള്ളിയുടെ 2 വശം ഒരേ സമയത്ത് നമ്മൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ അത്യാവശ്യം അതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ചീങ്കണ്ണിയുടെ സ്കെയിൽസ് പോലെ ഈ ശകലങ്ങളുള്ള സസ്യങ്ങൾ നമുക്ക് കാട്ടിൽ കാണാൻ പറ്റും. മൃഗങ്ങൾ പേടിക്കുന്ന വല്ല ചെടികൾ അങ്ങനെ മൃഗങ്ങൾ ഇപ്പോൾ ആന തന്നെ ഈ വലിയ പ്രതാപശാലിയായിട്ടുള്ള ആനച്ചൊറിയനത്തിൻ്റെ അടുത്ത് പോവില്ല, ചൊറിയും. ഈ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഈ അടുത്ത കാലത്ത് അവരുടെ ഭക്ഷണ രീതി കൊണ്ട് തന്നെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ആളുകൾക്ക് ന്യൂസൻസും ആയിട്ടുണ്ട്. ശരിക്കും ഈ അരി കഴിക്കാൻ തന്നെയാണോ ഈ അരിക്കൊമ്പൻ വരുന്നത്? ഈ പേര് പറഞ്ഞ 2 ആനകൾ ജീവിക്കുന്ന പ്രദേശമാണ്. ഇത് മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അത് 18ാം നൂറ്റാണ്ടിലൊക്കെയാണെന്ന് തോന്നുന്നു. മൺട്രോ സാഹിബ് 3 മൺട്രോമാരാണ് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളത്. റെസിഡൻറ്റ് മൺട്രോ, കേണൽ മൺട്രോ, പ്ലാന്റർ മൺട്രോ. ഈ പ്ലാന്റർ മൺട്രോ ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവിടെ ആദ്യം സിങ്കോണ, പിന്നെ കാപ്പി, പിന്നീടാണ് തേയില നടുന്നത്. അത് നടാൻ വേണ്ടി ഒരുക്കുമ്പോൾ തന്നെ അവിടെ ജീവിച്ചിരുന്ന ഒരു വലിയൊരു ആനകളുടെ കൂട്ടമുണ്ട്. അതിൻ്റെ സന്തതി പരമ്പരകളാണ് ഏത് ഇന്ന് നമ്മൾ കാണുന്ന ഈ പേരിട്ട് വിളിച്ച ഈ ആനകളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നിബിഡ വനത്തിൽ ജീവിച്ച ആനകളിൽ നിന്നും പരിപൂർണമായും കാട് നമ്മുടെ സങ്കല്പത്തിലുള്ള മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്ത് ജീവിച്ച ആനകളല്ല, പുൽമേടുകളൊക്കെ ഉള്ള പ്രദേശത്ത് കൂടുതൽ ജീവിച്ചിരുന്ന ഒരു ആനകളായിരിക്കുന്നതാണ് ഈ ആന. അതിൻ്റെ സന്തതി പരമ്പരകളാണ് 1-2 നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരുമായിട്ട് പല രീതിയിൽ മനുഷ്യരുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന ഒരു ആനക്കൂട്ടമായിട്ടുള്ള വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാട്ടിലെ ആനയാണെന്ന് ചോദിച്ചാൽ അല്ല, അതേസമയം പരിപൂർണമായിട്ട് നാട്ടാനെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, ഇതിനിടയിൽ വന്നു. പക്ഷെ അതേസമയം തന്നെ പഴയ ഭക്ഷണത്തിൻ്റെ പല പാരമ്പര്യങ്ങളും തുടരുന്നുണ്ട്. ഇത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളുമായിട്ടുള്ള ഒരു അങ്ങനെയാണ് ഇതിൽ ഈ പറയുന്ന ഒരു ആന അരിയോടുള്ള ഒരു ക്രേവിങ് വന്നു തുടങ്ങുന്നത്. ആറളം പ്രദേശത്ത് കാണുന്ന ആന കൂടുതലായിട്ട് കശുമാവ് തിന്നാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മലയാറ്റൂർ പ്രദേശത്ത് പൈനാപ്പിൾ തിന്നാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. റാന്നി ഭാഗത്ത് എല്ലാ വർഷവും 2 മാസം കൃത്യമായിട്ട് 2 ആനകൾ നടന്നു വന്നിട്ട് പൈനാപ്പിൾ തിന്നിട്ട് രാവിലെ ആവുമ്പോൾ തിരിച്ചു പോകും. പിന്നെ അതുപോലെ ഈ അടുത്ത ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഇങ്ങനെ കിറങ്ങി ഇങ്ങനെ ആടി നടക്കുന്ന ആനകളെ. അത് ശരിക്കും അങ്ങനെ വാഷ് കഴിച്ചിട്ടുള്ള അതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക കള്ളവാറ്റ് വാഷ് കലക്കി വെച്ച സ്ഥലങ്ങൾ ആന കുടിച്ചിട്ട് ആന അഡിക്റ്റായി പോയ സംഭവങ്ങളുണ്ട്. ആന മയങ്ങി വീണ സംഭവങ്ങളുണ്ട്. ആന ഇങ്ങനെ നമുക്കറിയാം, നമ്മുടെ തന്നെ സ്റ്റാഫ് അതിനെ തട്ടി വിളിച്ച് എഴുതിപ്പിക്കാൻ നോക്കുന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു യാഥാർത്ഥ്യം വീണ്ടും അതിലേക്ക് വരികയും ഈവൻ ചില കേസുകളിൽ ഇപ്പോൾ വീട് പൊളിച്ച് ഈ വാഷ് കുടിക്കുന്ന സംഭവങ്ങളും നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറമ്പിക്കുളത്ത് പോയപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന വാർഡനൊക്കെ സംസാരിച്ചപ്പം മനസ്സിലാക്കിയൊരു കാര്യം, ഈ കടുവ ചത്തു കഴിഞ്ഞാൽ അതിനെ അടക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രൊസീജിയറാണ്. അതിൻ്റെ നഖോ അല്ലെങ്കിൽ തോലോ ഒന്നും പിന്നെ മനുഷ്യർ ഉപയോഗിക്കുന്നില്ല, ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് അതിൻ്റെ ഒരു ക്രിമേഷൻ നടക്കുന്നത് എന്നുള്ളത്. അതിനെ പറ്റി പറഞ്ഞുതരാം. പോസ്റ്റ്മോർട്ടം എന്ന് വിളിക്കുന്ന ഒരു പ്രോസസ്സ് ഇപ്പോൾ ഇന്ന് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം അതിന് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസും മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സുതാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആനക്കൊമ്പ്, കടുവത്തൊലി എന്ന് വിളിക്കുന്നത് ഭയങ്കര വിലപിടിപ്പുള്ള എന്നുള്ളതാണ്. പക്ഷെ ഈ സംരക്ഷണ കാഴ്ചപ്പാടിൽ ഇതിന് വിലയില്ലാത്തതിന് നമ്മൾ വിലയിടാൻ പോലും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആത്യന്തികമായിട്ട് പറയുന്നത് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്ത് കളയുക എന്നുള്ളതാണ്, കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി എന്ത് വേണം? ഉയർന്ന ഊഷ്മാവിൽ ഇതിനെ കത്തിക്കാനായിട്ട് പറ്റണം. പഞ്ചസാര ഇട്ട് കത്തിക്കുന്ന രീതികളൊക്കെ പണ്ട് ചൂട് കൂട്ടാം. അല്ലെങ്കിൽ പക്ഷെ ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം പണ്ട് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മിക്കവാറും ഉയർന്ന കലോറിഫിക് വാല്യൂ ഉള്ള ഉണങ്ങിയ നല്ലപോലെ കത്തുന്ന വിറകുകൾ നമുക്കറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നത് ചെയ്യുന്നത്. എല്ലാ ജീവികളെയും ഇത്രത്തെ വലിയ ജീവികൾ ചെയ്യാറില്ല. പാറക്കൂട്ടത്തിന്റെ മേലെ നിന്ന് ഒരു കാട്ടുപോത്ത് വീണ് മരിച്ചു നോക്കിയാൽ അതൊരു വേറൊരു ജീവിക്കുള്ളൊരു വളമാണ്. അപ്പൊ അതൊരു ജലാശയത്തെ മലിനപ്പെടുത്തുന്നില്ല. അത് തൊട്ടടുത്ത് വേറെ വീടുകളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനവിടെ തന്നെ സ്വാഭാവികമായിട്ട് ഡീകമ്പോസ് ചെയ്യാനാണ് നമ്മൾ വിടുകയാണ് പതിവ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു ജലാശയത്തെ മലിനപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത് തന്നെ ഒരു എന്താ പറയുക ഒരു കള്ളക്കടത്ത് വസ്തുവായിട്ട് മാറുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും?
അത് നമ്മൾ സർക്കാർ എടുത്തിട്ട് തന്നെ കത്തിക്കുന്ന ഒരു പരിപാടി ഇത്തരത്തിൽ ശവശരീരങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ജീവികൾ ധാരാളമുണ്ട്. നമുക്കുണ്ടോ? ധാരാളമുണ്ട്. ഇപ്പോൾ വയനാടൊക്കെ നോക്കുകയാണെങ്കിൽ കഴുതപ്പുലി നമുക്കുണ്ട്. കഴുതപ്പുലി വയനാടിന്റെ ബോർഡറിലൊക്കെ വന്ന് പോയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതിലും കൂടുതലായിട്ട് നമുക്ക് കഴുകന്മാരില്ലേ, വയനാടുള്ള നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള കഴുകന്മാരില്ലേ, മുള്ളംപന്നി വന്യപദ്ധതി കഴിക്കും. പിന്നെ ആനക്കൊമ്പ് വരെയുള്ള ബോണുകളും കഴിക്കുന്നത് മുള്ളംപന്നിയാണ്. എന്ത് കൊമ്പ് കഴിക്കും? കൊമ്പ് വരെ ഇങ്ങനെ കാർന്ന് തിന്ന് പോകുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നു, അതായത് കിണറ്റില് വീണിട്ട് കരടി ചത്ത സംഭവം. അന്ന് വനം വകുപ്പിനെതിരെ വലിയ വിമർശനം ഉയർന്നുണ്ടായിരുന്നു. ശരിക്കും കിണറ്റിലുള്ള ഒരു കരടീനെ മയക്കുവെടി വെക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അന്നത്തെ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വനം വകുപ്പ് ഒരു വർഷം ഏതാണ്ട് 20,000-ഓളം ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ ഡിസിഷൻ പിഴച്ചു പോകാനുള്ള സാധ്യത അതിന് ഇൻഹറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിനകത്ത് എപ്പോഴും പറയുന്നത് എന്താ, നമുക്ക് തെറ്റ് പറ്റിയാലും ശരിയുടെ സൈഡിലേക്കാണ് ആ തെറ്റ് പറ്റിയെന്ന് പറയാം. അന്നത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഒരു കരടി കിണറ്റിൽ വീണ് കിടക്കും. നമ്മൾ അതിനെ വെള്ളം വറ്റിക്കാനായിട്ട് നമ്മൾ കുഴലിറക്കി കഴിഞ്ഞാൽ അത് തന്നെ ഇത് കടിച്ച് പറിക്കാം. അതിൽ നിന്ന് തന്നെ ഷോക്ക് അടിക്കാം. പിന്നെ അവിടെ വലിയ ആൾക്കൂട്ടം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ പൊക്കിയെടുത്ത് കഴിഞ്ഞ് ഇത് പോകുമ്പോൾ എങ്ങോട്ടാ? ആൾക്കൂട്ടത്തിലേക്ക്. അന്ന് ആ തീരുമാനമെടുക്കുന്ന ടീമിന് തോന്നി ഏറ്റവും യുക്തമെന്ന് എനിക്ക് തോന്നുന്ന ഒരു തീരുമാനമാണ് എന്ത്, ഇതിനെ ഒരു വലയിൽ വെച്ചിട്ട് വലയിൽ കുടുക്കിയതിനപ്പുറം മയക്കുവെടി വെക്കുക. പക്ഷെ നിർഭാഗ്യവശാൽ വലയുടെ ഒരു ഭാഗം അന്ന് സ്ലിപ്പാവുകയാണ്. അല്ലെങ്കിൽ ഇത് വിജയിച്ച് പോയല്ലേ. നേരത്തെ വലിയ വന്യജീവികളെ അടക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പോലെ കൊമ്പോ നഖോ ഒന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ജാഗ്രതയാണല്ലോ. പക്ഷെ നമ്മുടെ കേരളത്തിലെ പല വീടുകളിലും ഇല്ലേ ഈ മാൻകൊമ്പുകൾ, അങ്ങനെ പല വന്യജീവികളുടെ നഖം കൊമ്പൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അവർ ചെയ്യാത്ത കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൈമാറി വന്നതാണ്. ഇപ്പം നിലവിലെ നിയമപ്രകാരം അത്രയും പഴക്കമുള്ള കൊമ്പുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. കാരണം ഈ നിയമം വന്ന് 2 തവണ ഇതിനെ ഡിക്ലെയർ ചെയ്യാനുള്ളൊരു അവസരം കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ആരുടെയൊക്കെ കൈവശം ഉണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ കണ്ണിൽ എന്ത് തന്നെയാണ്, അത് നിയമവിരുദ്ധമായിട്ട് സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാടാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിക്കുന്നത് ചീവീടുകളില്ലാത്തത് കൊണ്ടാണ് അതിന് സൈലന്റ് വാലി എന്ന് പേര് വന്നതെന്ന്. പക്ഷെ അതല്ല എന്നുള്ള വാദങ്ങളും കൂടി ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ പേര് സൈലന്റ് വാലി എന്ന് കിട്ടാനുള്ള കാരണം ചീവീടുകളില്ലാത്തത് തന്നെയാണോ? വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഊട്ടിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് അവരുടെ തപാലുകൾ, എഴുത്തുകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സൈലന്റ് വാലിയുടെ ഉള്ളിൽ കൂടെ. അപ്പോൾ അങ്ങനെ ഒരു സായിപ്പിൻ്റെ ഒരു നിത്യസഞ്ചാരം അതിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ നിശബ്ദ താഴ്വര ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ആദ്യമായിട്ട്. ഇത് നിശബ്ദമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശബ്ദമൊന്നുമല്ല. ഒരുപക്ഷെ ഈ പറയുന്ന ചീവിടുകളുടെയോ അല്ലെങ്കിൽ ക്രിക്കറ്റുകളുടെ സിക്കാടുകളുടെ അഭാവമൊന്നും സൈലന്റ് വാലിയിൽ അങ്ങനെയില്ല. സൈലന്റ് വാലിയിൽ ഈ പറയുന്ന ഷഡ്പദങ്ങളും ഇത്തരത്തിൽ ശബ്ദമുണ്ടാക്കുന്ന എല്ലാ ജീവജാലങ്ങളും വളരെ സാന്ദ്രമായിട്ട് തന്നെ സൈലന്റ് വാലിയുടെ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അത് നമുക്ക് അവിടെ സഞ്ചരിക്കുമ്പോൾ അനുഭവവേദ്യമാണ്. പക്ഷേ ഇതിനെ നിശബ്ദ താഴ്വര എന്നുള്ള ഒരു ഭാവന മിക്കവാറും കടന്നു വന്നിരിക്കുക അതിൻ്റെ ഒരു നിഗൂഢ സൗന്ദര്യമാണ്. അത് ഉദാഹരണത്തിന് സൈലന്റ് ഇപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത തുടങ്ങുന്നത് ഘനശ്യാമ മൂകയായി എന്നാണ്. അത് പ്രത്യേകിച്ച് ഇരുണ്ട് ഇരിക്കുന്ന ഒരു തരം വളരെ ഒരു നമ്മളൊക്കെ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. നിഗൂഢ സൗന്ദര്യമുണ്ട്. ശാന്തവുമാണ്. ആ സൗന്ദര്യത്തിനെയാണ് മിക്കവാറും ഈ എന്താ പറയുക നിശബ്ദ താഴ്വര എന്ന് പറയുകയും പിന്നീട് സൈലന്റ് വാലി എന്നുള്ളൊരു പേരിലേക്ക് ഇത് മാറിപ്പോവുകയും ചെയ്യുന്നുള്ളതാണ് എൻ്റെ അനുമാനം. ഇനി നമുക്ക് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ കുറിച്ച് പറയാൻ തോന്നുന്നു. കാരണം അത് മാറ്റി നിർത്തി ഒരു ചർച്ച ഇവിടെ സാധ്യമല്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 66ഓളം പേര് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വന്യജീവികളുടെ ആധിക്യം കൂടിയതാണോ സംഘർഷങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാവാൻ ഇടയായ ഒരു കാരണം? സംഘർഷം പുതുതായ ഒരു പ്രതിഭാസമാണോ എന്ന് നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അല്ല എന്നാണ്. ഭൂമിയിൽ എന്ന് ജീവൻ ഉണ്ടായിട്ടുണ്ടോ അന്ന് തൊട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള അന്നത്തെ ഒരു മനുഷ്യൻ്റെ തലയോട്ടി മൊറോക്കയിലെ ഒരു ഗുഹയിൽ നിന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ മരണകാരണം പറഞ്ഞത് പുലി മാന്തിയിട്ടാണ്. 19-ാം നൂറ്റാണ്ടിൽ ഒരു വർഷം ഏതാണ്ട് 1800-നും 2000-നും ഇടയിൽ ആളുകളെ കടുവ പിടിക്കുമായിരുന്നതാണ് കണക്ക്. ജിം കോർബറ്റിൻ്റെ ദ മാൻ ഈറ്റർ ഓഫ് കുമയൂൺ എന്ന് വിളിക്കുന്ന ബുക്കിൽ അദ്ദേഹം വെടിവെച്ച് കൊല്ലുന്ന കടുവ
പിടിച്ചു കൊന്നു എന്ന് പറയപ്പെടുന്ന 500 പേരെയാണ്. സിംഗപ്പൂർ നഗരം പണിത് ചൈനക്കാരാണ്, ചൈനീസ് തൊഴിലാളികളാണ്. അപ്പോൾ അന്ന് പറഞ്ഞത് എ ടൈഗർ എ ചൈനാമാൻ എവരി ഡേ എന്നാണ്. അതിലപ്പോഴും കാടിലേക്ക് കയറുമ്പോഴല്ലേ ഈ സംഘർഷം വരുന്നത്? ഇത് കാടിന്ന് ഇറങ്ങി വന്നുള്ള സംഘർഷം. ഒരു അർത്ഥത്തിൽ എന്താ പറയുക, പ്രാദേശികമായിട്ട് ചില സ്ഥലങ്ങളിൽ ഇതിന്റെ വർധനവ് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. ഒന്ന് കാരണം നമ്മുടെ പ്രസൻസും അത്തരം പ്രദേശങ്ങളിൽ കൂടിയിട്ടുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഇടപെടുന്ന അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ട് ഇടപെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ ഒരു ഉപരിതലം വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ പറയുന്നത് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ റിപ്പോർട്ടിംഗ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. കണക്കുകൾ പക്ഷെ വളരെ വേറൊരു തരത്തിലുള്ള ഒരു പിക്ചറാണ് നമുക്ക് തരുന്നത്. നിലയിനെ സൂചിപ്പിച്ചതുപോലെ 66 മരണമാണ് നമ്മൾ ഇതിൽ അട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ കൃത്യം 33 മരണം, അത് 50% പാമ്പ് കടിയാണ്. ഈ പാമ്പ് കടി സംഭവിച്ചിട്ടുള്ള എല്ലാം തന്നെ കാടിന് വെളിയിലാണ്. കാട്ടിനകത്ത് വെച്ച് ആരെ ഇതുവരെ പാമ്പ് കടിച്ചായിട്ട് സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടില്ല. ആദിവാസി വിഭാഗത്തോട് കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ തന്നെ ഒരു സംഭാഷണത്തിൽ അവർ പറഞ്ഞത് പന്നി ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നതിന്റെ ഒരു കാരണമായിട്ട് ഒരു കുറുനരികൾ കുറഞ്ഞു എന്നാണ്. എന്തുകൊണ്ട് കുറുനരികൾ? കാരണം പന്നി കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ തിന്നിരുന്നത് കുറുനരികളായിരുന്നു. കുറുനരികൾ ഇല്ലാതെയായി. എന്തുകൊണ്ട് കുറുനരികൾ ഇല്ലാതെയായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞണ്ട് തിന്നാനില്ലാതെയായി. എന്തുകൊണ്ട് ഞണ്ടില്ലാതെയായെന്ന് ചോദിച്ചപ്പോൾ നെൽകൃഷി ഇല്ലാതെയായി. നോക്കൂ ഇത് എങ്ങനെ കിടക്കും നോക്കൂ. ഇത് പണ്ട് കാസർഗോഡൻ ചെങ്കൽ കുന്നുകളിൽ വേനൽക്കാലത്ത് വെള്ളരി നടും. ഈ വെള്ളരി തിന്നാനായിട്ടും കുറുനരികൾ വരുമായിരുന്നു. ഇതിനെ ഓടിക്കാനായിട്ട് അവിടെയുള്ള ആളുകൾ, രാത്രി ചെറുപ്പക്കാരും ആളുകൾ പെട്രോൾ മാക്സ് ഒക്കെ കത്തിച്ചിട്ട് കാത്തിരിക്കും. കാവലിരിക്കുമ്പോൾ സമയം കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ കണ്ടുപിടിച്ചൊരു നാടകമുണ്ട്. അതിന്റെ പേര് വെള്ളരി നാടകം എന്നാണ്. ഇന്ന് നോക്കൂ, കുറുനരി ഇല്ല, വെള്ളരി നാടകം ഇല്ലാതെയായി പോകുന്നത്. ഇത് വളരെ പാരസ്പര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പകുതി പേര് പാമ്പ്, ബാക്കി 11 പേര് ഇതാണ് പന്നി, ഒരാളെ കടുവ പിടിച്ചു. വളരെ നിർഭാഗ്യകരമായ രീതിയിൽ വയനാട്ടിലെ ശ്രീമതി രാധയെ കടുവ പിടിച്ചു കൊന്ന നിർഭാഗ്യകരമായ സംഭവം, ഒരാൾ കാട്ടുപോത്ത് കുത്തിയ സംഭവം, 19 പേരാണ് ആനയുടെ മുന്നിൽ അകപ്പെട്ടിട്ട് മരിക്കുന്നുണ്ടാവും. 2022 മരിച്ചത് 35 പേരാണ്. അതായത് ആനയുടെ മുമ്പിൽ അകപ്പെട്ട് ആന മൂലമുണ്ടായി മരിച്ചത് 35 പേരാണ്. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 22 ചുരുങ്ങി, ഈ വർഷം അത് 19. അപ്പോൾ അത് കുറയുന്ന ഒരു ട്രെൻഡാണ്. പാമ്പ് കടിച്ച് കേരളത്തിൽ മരിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് 150ഓളം പേര് ഒരു വർഷം മരിക്കുമായിരുന്നു, 19-20 അത് ഇന്ന് 30 എത്തി. അത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വനംവകുപ്പ് സർക്കാരും പുറത്തിറക്കിയ ഒരു സർപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുവഴി കേരളത്തിൽ 2500ഓളം വരുന്ന വോളണ്ടിയേഴ്സിന് ഇത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവരാണ് പാമ്പിനെ പിടിക്കുന്നത്. ഒരു വർഷം ഏതാണ്ട് 15,000-16,000 പാമ്പുകളെയാണ് നമ്മൾ പിടിക്കുകയും അതുവഴി ഉണ്ടാകാവുന്ന അപകടങ്ങളെയും നമ്മൾ ഒഴിവാക്കിയെടുക്കുന്നത്. ഇന്ന് കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തെ നമുക്ക് ഒരിക്കലും ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് മാത്രം കാണാൻ കഴിയില്ല. ഈ പ്രശ്നത്തെ ഒരു 3 തലത്തിൽ കാണാൻ പറ്റും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 എന്ന് വിളിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് മാത്രം നിൽക്കുമ്പോഴാണ്. ഇപ്പൊ ആന വന്ന് നെല്ല് തിന്നിട്ടുണ്ടെങ്കിൽ ആന കുറച്ച് നിന്നിട്ട് പോയി എന്ന് മാത്രമേ പറയുള്ളൂ. ഇതൊരു ലെവൽ 2 ആവുന്ന സമയത്ത് ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ചില എതിർപ്പുകൾ, പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഉണ്ടാവും. ഒറീസയിലൊക്കെ ഒരു വർഷം ഒരു 250ഓളം ആളുകൾ ഈ ആനയുടെ മുമ്പിൽ അകപ്പെട്ടിട്ട് മരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം മഹാരാഷ്ട്രയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചത് 80 പേരോളം ഉണ്ട്. അതൊരു ജില്ലയിൽ മാത്രം, ചന്ദ്രാപൂർ എന്ന് വിളിക്കുന്ന ജില്ലയിൽ മാത്രം 40 പേരുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഈ 2ാമത്തെ ലെവലാണ്. ഒരു സാമൂഹ്യ വിഷയമായിട്ട് നിൽക്കുമ്പോൾ പ്രതിഷേധമുണ്ട്, പക്ഷെ അതൊരു ഒക്കേഷണലായിട്ടുള്ള ഇടയ്ക്കുണ്ടാവുന്ന ചില പ്രതിഷേധങ്ങളാണ്. ഇതിൻ്റെ ഒരു 3ാം ഘട്ടത്തിലാണ് ഇതിനെ ലെവൽ 3 എന്ന് വിളിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുകയാണ്. കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ഒരു 3-4-5 വർഷമായിട്ട് ഇതിന് അത്തരത്തിലുള്ള ഒരു ലെവൽ 3യിലേക്ക് കേരളത്തിലെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം മാറുന്നുണ്ട്. ഇത് വനംവകുപ്പിനും കേരള സർക്കാരിനും നന്നായിട്ടറിയാം. അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ വർഷം ഇന്ന് കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു സവിശേഷ ദുരന്തമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. വയനാട് എന്ന് വിളിക്കുന്നൊരു പ്രദേശം, നാഗർഹോളെ, ബന്ദിപ്പൂർ, മുതുമലൈ ചേർന്ന് കിടക്കുന്ന ഒരു വലിയൊരു ഭൂഭാഗമാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കടുവയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ കടുവയ്ക്ക് ഇങ്ങനെ തമിഴ്നാട് നിന്നൊക്കെ മാനുകളുടെ ലഭ്യത, പുൽമേടുകൾ, വെള്ളം, ചതുപ്പ്, ആ ഒരു പ്രത്യേക ഉയരം, ഇതെല്ലാം കൊണ്ട് അങ്ങനെ വന്നതാണ്. അത് തീർത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രക്രിയയാണത്. അപ്പോൾ ഈ ഒരു വലിയ ഭൂഭാഗത്തിൽ ധാരാളം കുട്ടിക്കടുവകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വയനാടൻ പ്രദേശത്ത് തന്നെ ഏതാണ്ട് നമുക്ക് പറയാവുന്നതിൽ ഒരു 10ഓളം കടുവകൾ ഒരു വർഷം
വളർന്ന് വലുതാവും. അപ്പോൾ ഈ കടുവകളുടെ ഇതിൽ 2 വർഷം കഴിയുന്നവരെ 2 വർഷം വരെ കുട്ടി കടുവകൾ 1-2 വർഷം വരെ അമ്മയുടെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞ് അത് സ്വതന്ത്ര സഞ്ചാരിയായിട്ട് മാറിക്കൊണ്ട് അതിനാവശ്യമുള്ള ആവാസ വ്യവസ്ഥ തേടിപ്പോകും. ഒരു 8 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കടുവ ഒരു വയസ്സായി എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വന്നു തുടങ്ങും. കാരണം ഈ കടുവയുടെ ജീവിതം ഇത് പ്രതാപശാലിയാണെന്ന് നമുക്കൊക്കെ തോന്നുമെങ്കിലും ഒരു കണക്കിൽ കഷ്ടമാണ്. കാരണം എത്രയോ തവണ 10 കൂടുതലൊക്കെ തവണ ശ്രമിക്കുമ്പോഴാണ് ഒരു എരതേടല് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നത്. ആ പ്രോസസ്സിൽ തന്നെ ഇതിന് നഖം പോവുകയോ പല്ല് പോവുകയോ മുറിവുകയൊക്കെ ചെയ്താൽ തീർന്നു. പുതിയ ഭൂമി തേടിപ്പോകുന്ന ഈ കുട്ടിക്കടുവകൾ ഇത്തരത്തിൽ വയസ്സായിട്ടുള്ളതോ അല്ലെങ്കിൽ വയസ്സാവാൻ തുടങ്ങുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള വീക്കായി നിൽക്കുന്ന ദുർബലരായ കടുവകളെ കണ്ടെത്തി അവരുമായിട്ട് യുദ്ധം ചെയ്യും. ആ യുദ്ധത്തെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേരാണ് ഇന്റർനെസൈൻ ഫൈറ്റ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ യുദ്ധം ഭയങ്കര ഭീകരമാണ്. ഞാനിത് കാട്ടിൽ കണ്ടിട്ടുണ്ട്. വളരെ രൗദ്രമായിട്ടുള്ള ഒരു രംഗമാണ് ടെറിട്ടറി നിർണ്ണയിക്കാൻ വേണ്ടി. മിക്കവാറും വയനാട്ടിൽ നമ്മളൊരു കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു കണക്ക് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു 10ഓളം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊരു 50% കേസുകളിലെങ്കിലും ഒരു കടുവ മരിക്കുന്നുണ്ട്. 5ഓളം കടുവകൾ 50% കേസുകളിലെങ്കിലും, ഞാനൊരു പൊതുവിലൊരു പിക്ചർ പറയുന്നത്, മുറിവേറ്റിട്ട് പുറന്തള്ളപ്പെടുന്നത്. മുറിവേറ്റ കടുവയ്ക്ക് പിന്നെ ഇര തേടാൻ പറ്റില്ല. അപ്പോൾ അവന് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണം തേടിപ്പോൾ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു ഒരു കാറ്റിൽ ലിഫ്റ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? കോമ്പൽ കൊണ്ടാണോ അതോ ഒരു പ്രസ് മാർക്കാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റും. പല്ലില്ലെങ്കിലാണ് അത് പ്രസ് മാർക്കായിരിക്കും. അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ മാനീറ്റിംഗ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഹാബിറ്റ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും വയനാട്ടിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്, കണക്ക് കാണിക്കുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു 4-5 കടുവകൾ ഈ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് വയനാട്ടിൽ 20-ൽ കൂടുതൽ കടുവകളെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. വയനാട്ടിൽ തന്നെ ഒരു കടുവനെ പിടിച്ച് കൂട്ടിലിടുന്ന ഒരു സ്ഥലം. അതിന് അങ്ങനെ മാറ്റുന്ന കടുവകളെ നമ്മൾ പിടിച്ചു മാറ്റി വെക്കാനുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെ പറയാം. അനിമൽ ഹോസ്പിറ്റലാണ്, ഹോസ്പൈസ് എന്നാണ് വിളിക്കുന്നത്. അത് വയനാട്ടിൽ കുപ്പാടി കേന്ദ്രീകരിച്ചിട്ട് ഇല്ല. അതിന് അങ്ങനെ ഒരു പ്രദർശനമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടില്ല. വയനാടൻ കാടുകളിൽ സംഭവിക്കുന്ന വേറൊരു വലിയൊരു പ്രശ്നം, അത് കേരളത്തിലെ പല കാടുകളിലുണ്ട്, അധിനിവേശ സസ്യങ്ങളുടെ ഒരു ബാഹുല്യമാണ്. നമ്മൾ പണ്ട് മഞ്ഞക്കൊന്ന അടക്കമുള്ള അല്ലെങ്കിൽ കൊങ്കിണിച്ചെടി അടക്കമുള്ള അധിനിവേശ സസ്യങ്ങൾ പ്രത്യേകിച്ച് ചൂട് കൂടുന്ന ഈ കാലത്ത് വല്ലാതെ കയറി വരുന്നുണ്ട്. കൊന്നയുടെയൊക്കെ വരവ് ശരിക്കും പറഞ്ഞാൽ പുൽമേടുകൾ ഇല്ലാതാക്കും അല്ലേ? വയനാട് പറമ്പിക്കുളം പോലുള്ള പ്രദേശത്തെ വന്യജീവികളുടെ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് നമുക്ക് വിളിക്കാവുന്നത് ഈ ചതുപ്പ് നിലങ്ങളാണ്. ആ ചതുപ്പ് നിലങ്ങളെ നികത്തിയാണ് പണ്ട് നമ്മൾ വയലുകളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാലും കാട്ടിനകത്ത് ധാരാളം ഇത്തരം ആവാസ വ്യവസ്ഥകൾ ബാക്കിയുണ്ട്. ഈ ആവാസ വ്യവസ്ഥകളിലേക്കാണ് ഈ മഞ്ഞക്കൊന്ന പോലുള്ള സസ്യങ്ങൾ കടന്നു വരികയും ഇവരുടെ സ്വതമേവ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യത, ഭക്ഷണത്തിൻ്റെ ലഭ്യത വല്ലാതെ കുറയുകയും ചെയ്യുന്നൊരു പ്രതിഭാസം. ഇതൊന്ന്. രണ്ടാമത് നമ്മുടെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള വികസനം. ഈ ഉത്തരേന്ത്യയിലൊക്കെ കാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് ശരിക്കും അതിൻ്റെ ഗുണഭോക്താക്കളും കൂടിയാണ്. അപ്പോൾ അവിടെ സഫാരി നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വണ്ടി ഓടിക്കുന്നത്, അല്ല അവിടെയുള്ള ആളുകളുടെ ഭക്ഷണം എത്തിക്കുന്നത്, ആ രീതിയിൽ കടുവ നിലനിൽക്കേണ്ടതും കാട് നിലനിൽക്കേണ്ടതും അതിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവനോപാധിയാണ്. അപ്പോൾ ഇവിടെ അത് സംഭവിക്കാത്തതിലും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിലും കാടുകൊണ്ടും അവിടുത്തെ വന്യജീവികൾ കൊണ്ടും അതിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വലിയ രീതിയിലുള്ള ഉപകാരങ്ങളോ ഗുണങ്ങളോ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കാരണമല്ലേ? ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സങ്കേതങ്ങളും, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതൊന്നുമല്ല ആദ്യം. അത് അതാത് കാലത്തെ രാജാക്കന്മാർക്കും ബ്രിട്ടീഷ് കമ്പനി ഉദ്യോഗസ്ഥർക്കും മൃഗയാ വിനോദത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വേട്ടയാടാൻ വേണ്ടി. അത് കോർബറ്റ് ആയിക്കോട്ടെ, ഭരത്പൂർ ആയിക്കോട്ടെ, കന്ന, പെരിയാർ, ഇത് അങ്ങനെ വന്നു. ഇരവികുളം അടക്കം 1950 ഇതിനെ ഒരു സാങ്ച്വറി ആയിട്ട്, പെരിയാർ സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ആ ടൂറിസം കൊണ്ട് അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് മിക്കവാറും ആളുകളൊക്കെ തന്നെ കാടിന് അമിതമായ രീതിയിൽ വേട്ടയാടിയും വിറകെടുത്തും തോലെടുത്തും പുല്ലെടുത്തും ഒക്കെ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത്. 2000 അന്ന് ഈ ഒരു പറഞ്ഞ വനംവകുപ്പ് ചെയ്തൊരു വലിയൊരു കാര്യം, ഈ വനാശ്രിതരായിട്ടുള്ള ആളുകളുടെ വലിയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പണ്ട് പോച്ചിങ് ഒക്കെ നടത്തിക്കൊണ്ട് വേട്ടയാടി ജീവിച്ചിരുന്ന ആളുകളോട് പറഞ്ഞു, വേട്ടയാടൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രദേശങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു അധികാരം നിങ്ങൾക്ക്, ചുമതല നിങ്ങൾക്ക് തരികയാണെന്ന് പറയുന്നു. രണ്ടാമത് അവിടെ നടന്നൊരു ആദിവാസി കോളനിയിൽ നടന്ന വലിയ ഇടപെടലാണ്. ആദിവാസി കോളനിയിലെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത് കുരുമുളകിലാണ്. കുരുമുളക് പക്ഷേ മധ്യവർത്തികൾ തട്ടിയെടുക്കും. അവിടെ നമ്മൾ ചെയ്തത് ഈ ആളുകളുടെ കൂട്ടായ്മ, ഞങ്ങൾ വിളിച്ചത് പങ്കാളിത്ത വനപരിപാലനത്തിൻ്റെ കൂട്ടായ്മകൾ വഴി ഈ ഉൽപ്പന്നങ്ങളെ, ഈ മധ്യവർത്തികളെ ഒഴിവാക്കി പൂർണ്ണമായിട്ടും അവരുടെ കടം കൊടുത്ത് തീർത്തു.
അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങളെ ഒന്നായി ശേഖരിച്ചിട്ട് വിപണനം നടത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വലിയ ഒരു അളവിലുള്ള ഒരു സാമ്പത്തിക ഉണർച്ച ആ കോളനികൾ ഉണ്ടാവുന്നു. അതുമൂലം വിദ്യാഭ്യാസം കൂടുന്നുണ്ട്. മറ്റുള്ള സാമൂഹ്യമായിട്ടുള്ള തെറ്റായ പ്രവണതകളൊക്കെ കോളനിയിൽ നിന്ന് മാറുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലെ 56 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഈ പെരിയാർ മാതൃക സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ എത്രയാണെന്നറിയോ? 750 കോടി രൂപയാണ്. വനസംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ നിന്ന് ഉപജീവനം നേടുന്ന 1.5 ലക്ഷം കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ പെരിയാർ തന്നെ. അതായത് വനം വന്യജീവി സംരക്ഷണം മാത്രമല്ല, അതോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും വനം വകുപ്പ് വലിയൊരു പങ്ക്. വനം വകുപ്പും അതുപോലെ തന്നെ ടൂറിസം വകുപ്പും നല്ല പാരസ്പര്യത്തിലും സഹവർത്തിത്വത്തിലും ഒക്കെ പോയി പ്രവർത്തിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതേസമയം തന്നെ പല റിസോർട്ടുകളിലും ഈ ഉപ്പിട്ട് മറ്റേ വന്യജീവികളെ ആകർഷിക്കുക എന്ന് പറയുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ള എക്കോ ടൂറിസത്തിൽ കാണുന്ന മോശം പ്രവണതകൾ എന്തൊക്കെയാണ്? ആന അടക്കമുള്ള വന്യജീവികളുടെ ഒരു സഞ്ചാരം, ഒരു പ്രദേശത്ത് ഒരു ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനകീയമായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ വഴി നമ്മൾ അറിയിക്കാറുണ്ട്. പക്ഷേ ഇതിനെ ചില സ്ഥലത്ത് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് ഇല്ല എന്നും പറഞ്ഞ് പാതിരാത്രിക്ക് നമ്മൾ ചിലപ്പോൾ ടൂറിസ്റ്റുകളെ ഈ ആനയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പ്രവണത കാണുന്നുണ്ട്. പിന്നെ വളരെ എന്താ പറയുക, ഹീനമെന്ന് വിളിക്കാവുന്നതാണ് ആനയെ നമ്മൾ ഉപ്പ് കാണിച്ചിട്ട് ആകർഷിക്കുന്നത്. പല മൃഗങ്ങളും വരാം. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപരിയായിട്ട് ഇത്തരം ശീലങ്ങളോട് ഈ മൃഗങ്ങൾ പഴകുകയും പിന്നീട് മറ്റു പല പ്രദേശങ്ങളിലും ഇത് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് നടത്താൻ പറ്റിയ ഇടപെടലുകൾ എന്തൊക്കെയാണ്? നമ്മൾ ചെയ്തിരിക്കുന്നത് കേരളത്തെ 12 കോൺഫ്ലിക്റ്റ് ലാൻഡ്സ്കേപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഈ കോൺഫ്ലിക്റ്റ് കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങളെ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഹോട്ട്സ്പോട്ട് ഐഡൻറ്റിഫിക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ 28ഓളം റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുണ്ട് വനംവകുപ്പിൻ്റെ. അവരാണ് നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തിയിട്ട് ചെറുത്ത് നിൽക്കുക എന്ന് വിളിക്കുന്ന ഒരു പ്രശ്നം. രണ്ടാമത്, പല സ്ഥലങ്ങളിൽ നമ്മൾ ക്യാമറകളൊക്കെ വിന്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മനുഷ്യ വന്യജീവി സംഘർഷം അധികമായിട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. അതിനെ ഒന്ന് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് വേർതിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫെൻസുകൾ, സോളാർ ഫെൻസുകളൊക്കെ ചെയ്തു. 2000-ലധികം കിലോമീറ്ററോളം നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ധാരാളം പദ്ധതികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 10 മിഷനുകൾ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ എന്നാണ്. രണ്ടാമത്തത് ഊർജിത ശ്രമം നടക്കുന്നത് ഒരു മിഷൻ സോളാർ ഫെൻസാണ്. മൂന്നാമത്തത് ആദിവാസി സമൂഹവുമായിട്ടുള്ളൊരു ബന്ധമാണ്. കാട്ടറിവുകൾ, ഗോത്രവർഗ്ഗക്കാരുടെ അറിവുകളെ സ്വാംശീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. ആന വരുമ്പോൾ പണ്ട് കാലത്ത് അവർ ഓടിച്ചിരുന്നത് കുക്കി വിളിച്ചും അല്ലെങ്കിൽ പാട്ട കൊട്ടി മാത്രമായിരുന്നില്ല. നേരെ മറിച്ച് വെള്ളാരം കല്ലെടുത്തിട്ട് മണ്ണിലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് എറിയുമെന്ന് പറയും. അപ്പോൾ ആ പ്രകമ്പനം ചെറിയ പ്രകമ്പനമാണ്, അതുകൊണ്ട് തന്നെ ആന പോവുമായിരുന്നു എന്ന് പറയും. നാലാമത് ഗവേഷണം. പിന്നീട് നടത്തുന്ന വളരെ വലിയൊരു ശ്രമം എന്ന് വിളിക്കുന്നത് ഈ ഹോട്ട്സ്പോട്ടുകളിലെല്ലാം തന്നെ പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയുള്ള ഒരു ജനകീയ സന്നദ്ധ പ്രതിരോധ സേന ഉണ്ടാക്കുകയാണ്. നമ്മളതിനെ വിളിക്കുന്നത് പ്രൈമറി റെസ്പോൺസ് ടീം എന്നാണ്. RRT എന്ന് വിളിക്കുന്നത് വനംവകുപ്പിൻ്റെ ദ്രുതകർമ്മ സേനയാണ്. അതൊരു സംഭവം ഉണ്ടാവുമ്പോഴാണ് രംഗപ്രവേശത്ത് വരുന്നത്. പക്ഷേ PRT എന്ന് വിളിക്കുന്നത് അതിന് മുമ്പ് പ്രവർത്തിക്കേണ്ടതാണ്. ഈ ആനയുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്ത് ജനങ്ങൾക്ക് അറിവ് കൊടുക്കുക, അതോടൊപ്പം തന്നെ വനംവകുപ്പിനെ അറിയിക്കുക എന്ന് വിളിക്കുന്ന ജോലി ചെയ്യുന്നവരായിരിക്കും. സംഘർഷങ്ങളുണ്ടല്ലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് വേലി കെട്ടിക്കൂടെ എന്നുള്ളത്. അപ്പം ഈ തേനീച്ചകൾ ഉപയോഗിച്ചുള്ള തുരത്തൽ, അതുപോലെ ജൈവ വേലി, അത്തരം സാധ്യതകൾ, അതിൻ്റെ ഒരു സക്സസിനെ കുറിച്ചൊന്ന് പറയുമോ? ആഫ്രിക്കയിലെ കെനിയയിൽ തേനീച്ച വേലി കെട്ടുമെന്ന് പറഞ്ഞു. അതായത് വേലി കെട്ടിയിട്ട് അതിൽ തേനീച്ചക്കൂടിട്ടു. അപ്പോൾ അതിൻ്റെ തിയറി വളരെ രസകരമാണ്. അതായത് ഒന്ന്, തേനീച്ചകളുടെ മുരൾച്ച, ചിറകിട്ടടിക്കുന്ന മുരൾച്ച കൊണ്ട് ആനയ്ക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ആന പോവും. അതോടൊപ്പം തന്നെ തേനീച്ച ഒരു വരുമാന മാർഗമായിട്ടും മാറും എന്ന് പറയണ്ടേ. വയനാട്ടിൽ ഇത് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അവിടെ ലഭിച്ച ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത് ഈ കെനിയൻ തേനീച്ചകൾ 24 മണിക്കൂറും അവർ ഉണർന്നിരുന്ന് വളരെ കർമ്മനിരതരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ തേനീച്ചകളല്ല, കേരളത്തിലെ തേനീച്ചകൾ 6 മണിക്ക് കയറി കിടന്നുറങ്ങും. അപ്പോൾ ആന വരുന്നത് 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പരാതി ഉയർന്നത് ആന മാത്രമല്ല, ഇപ്പോൾ തേൻ കുടിക്കാൻ വേണ്ടി ഇപ്പോൾ കരടിയും വന്നു. വേറൊരു സമയത്ത് ഇന്നിപ്പോൾ ഈ ആറളം അതുപോലെ ആന ഇറങ്ങൽ, ചിന്നക്കനാലെന്ന് വിളിക്കുന്നത്, രണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നടത്തിയ ഇടപെടലുകൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു ബയോഫെൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ജൈവവേലി. അതിൽ ആദ്യം ഉപയോഗിച്ചൊരു സ്പീഷീസാണ് അഗേവ് എന്ന് വിളിക്കുന്ന വലിയ കൂർത്ത മുള്ളുകളുള്ള ചെടിയാണ്. അത് വയനാട്ടിലേക്ക് ഇപ്പോഴും ഉണ്ട്, വയനാട്ടിലേക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആറളത്ത് പിന്നെ കണ്ടത് ഒരു 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് വളരെ ഭംഗിയായിട്ടത് ആ ജോലി നിർവഹിച്ചിരുന്നു.
പക്ഷെ ഇന്ന് ചെല്ലുമ്പോൾ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നായിട്ട് ഈ അഗേവ് ചെടി മാറിയിട്ട്. അപ്പോൾ ആനയെ തുരത്താനായിട്ട് ആനപ്പിണ്ടത്തിൽ കാന്താരി മുളക് ഉണക്കി പൊടിച്ച് ഒരു ബോംബ് പോലെ ആക്കിയിട്ട് അത് കത്തിച്ചെറിയുക. അപ്പോൾ അത് പുകയുമ്പോൾ ആ നീറ്റൽ കൊണ്ട് ആന പോകും എന്നുള്ളൊരു ഇത് സംഭവിക്കുന്നു. അപ്പോൾ അന്ന് നമ്മളൊക്കെ നിൽക്കുകയാണ്, ഞങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആന അവിടെ നിന്ന് വരുന്നു, പുറകിൽ ഗ്രാമമാണ്, അർളം വില്ലേജാണ്. അപ്പോൾ നമ്മളിത് കത്തിച്ചെറിയുന്നുണ്ട്. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പുക നീറി ആനയുടെ കണ്ണ് നീറുന്നു, ആന തിരിഞ്ഞോടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റ് തിരിച്ചു വീശു. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവൻ ചുമക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു പ്രദേശത്ത് നമ്മൾ ഭയങ്കര ചീത്ത മണം ഒരു വേലിയിൽ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ലായനിയിൽ മുക്കി ചാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പോകുമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ കാണുന്ന അപ്പോൾ മഴ പെയ്തു, ആ പുഴ മുഴുവൻ മലിനമായിട്ട് ഒഴുകുന്ന ഒരു പൊള്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം നമ്മൾ കാണാൻ പറ്റി. അപ്പോൾ അത് ഞാനതാ പറഞ്ഞു, അതാത് പ്രദേശത്തിന് ഉതകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒറ്റ കാര്യമാണ് ഇവിടെ പറയാനുള്ളത്, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു കാലമാണ് ഇത്. ഒരു പക്ഷേ ഒരു വകുപ്പിന് മാത്രം ചെയ്യാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. വനം വകുപ്പിൻ്റെ മാത്രം പ്രശ്നമായിട്ട് കാണുന്ന നമ്മൾ അത്തരത്തിലുള്ള ഒരു അപരയുക്തിയിൽ, അതായത് വനം വകുപ്പിന്റെ നിങ്ങളുടെ പ്രശ്നം ഭാവിയിൽ ഞങ്ങളുടെ പ്രശ്നം കൂടി ആവുമെന്ന് ചിന്തിക്കണം. നമ്മുടെ പ്രശ്നമാണിത്, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നാലേ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വന്നാലേ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ കഴിയുള്ളൂ. ആനകളുടെ എണ്ണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാടിന് കൊള്ളാവുന്നതിലധികമായി കൂടിയിട്ടുണ്ട് എന്നുള്ള കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഒരു ഘടകമല്ലേ ഈ ആനകൾ പുറത്തേക്ക് കാടിന് വെളിയിൽ ഇറങ്ങുന്നതിൽ? ഈ ആനത്താര നഷ്ടപ്പെട്ടത് മാത്രം തന്നെയാണോ കാരണം? ഇന്ത്യയിലെ ആനകളുടെ എണ്ണം ഒരു കുറഞ്ഞിരുന്ന ഒരു ഏതാണ്ട് ഒരു 15,000-ഓളം ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, 1990-കൾ. അന്നാണ് പ്രൊജക്ട് എലിഫന്റ് എന്ന് വിളിക്കുന്ന ഒരു ഇത് കൊണ്ടിരുന്നത്. ഇന്നൊരു 30,000 ആനകളുണ്ട്. നമ്പർ എന്ന് വിളിക്കുന്നത് എപ്പോഴും അപകടകാരിയാണ്. നമ്മൾ മൃഗങ്ങളുടെ ഇത്ര ആനയുണ്ട്, ഇത്ര കടുവയുണ്ടെന്ന് ഒരിക്കലും ശാസ്ത്രലോകത്ത് അവർ പറയാറില്ല. അവരതിന് വിളിക്കുന്നത് സാന്ദ്രതയാണ്, ഡെൻസിറ്റി. ബന്ദിപ്പൂരും നാഗർകോളയും മുതുമലയും വയനാടും ചേർന്നൊരു പ്രദേശത്ത് 100 ചതുരശ്ര കിലോമീറ്റർ കാടിന് 10 കടുവ വരെ ഉൾക്കൊള്ളാവുന്നതാണ്. 100 ചതുരശ്ര കിലോമീറ്ററിന് 10 കടുവ വരെ. അപ്പോൾ ഒരു 4500 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശത്ത് എത്ര ഉണ്ടാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. പെരിയാറിൽ ആനകൾ വലിയൊരു പ്രശ്നമായിട്ട് കോൺഫ്ലിക്റ്റ് അനുഭവപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് വലിയ അലോസരങ്ങളൊന്നുമില്ല. പൊതുവെ ഈ സിവിൽ സർവീസ് എഴുതിയിട്ട് നമ്മുടെ IPS അല്ലെങ്കിൽ IAS ഒക്കെ കിട്ടാതെ ആവുമ്പോഴാണല്ലോ ആളുകൾ IFS പോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ താങ്കളുമായിട്ടുള്ള ഇടപെടലിലും സംഭാഷണത്തിലും ഒക്കെ കാടിനോടും അതുപോലെ വന്യജീവികളോടൊക്കെ ഉള്ള വല്ലാത്തൊരു താല്പര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്? അന്ന് ഈ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ സിവിൽ സർവീസ് എക്സാമുകളുടെ ഭാഗമല്ല, ഇതൊരു വേറൊരു എക്സാം ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താല്പര്യം കൊണ്ട് ഞാൻ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാം എഴുതുകയും അങ്ങനെ 1997-ലാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ജോയിൻ ചെയ്യും. 3 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാം ദെറാദൂണിൽ വെച്ച്, മസൂറിയിൽ വെച്ച് നടക്കുന്നുണ്ട്. വെപ്പൺട്രി പാർട്ടാണ് നമ്മുടെ നീന്തൽ പരിശീലനം, കുതിര സവാരി പരിശീലനം. ആനയില്ല. ആന നമ്മൾ പിന്നീട് ആവശ്യമുള്ള സമയത്ത് അത്തരം സാഹചര്യം ഉണ്ടപ്പോൾ ചെയ്യാറുണ്ടെന്നല്ലാതെ സ്വാഭാവിക പരിശീലനത്തിൽ ആന വരുന്നില്ല. അത് പണ്ട് കാലത്ത് കാട്ടിൽ ഏറ്റവും അധികം പോയിക്കൊണ്ടിരുന്നത് കുതിരയിലായിരുന്നു. കുതിര റൂട്ടുകളാണ് പലതും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അകത്തൊക്കെ അന്ന് പെട്രോളിങ് ചെയ്തുകൊണ്ടിരുന്ന കുതിരയാണ്. പ്രത്യേകിച്ച് ആന കുറവുള്ള സ്ഥലങ്ങളിൽ കുതിര വല്ലാതെ ഉപയോഗിച്ചിരുന്നു പണ്ട് കാലത്ത്. പിന്നെ അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിട്ട് ഒരു 4 വർഷത്തോളം പ്രവർത്തിച്ചിരുന്നല്ലോ. ആഫ്രിക്കയിലൊക്കെ പോയിട്ടില്ലെന്നോ? ആഫ്രിക്കയുടെ പ്രത്യേകിച്ച് എന്താ പറയാ, സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, അത്തരം പ്രദേശങ്ങളിലൊക്കെ ധാരാളം സന്ദർശിച്ചു. അവിടുത്തെ കാടുകളുമായിട്ട് നമ്മളെ കാടുകളെ കമ്പയർ ചെയ്യുമ്പോൾ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നിയിട്ടുള്ള ഒരിക്കലും കമ്പയർ ചെയ്തിരുന്നു ഞാൻ ആദ്യം പറയുക. കാരണം ആഫ്രിക്ക എന്ന് വിളിക്കുന്നത് നമ്മുടെയൊക്കെ ജന്മഗൃഹമാണ്. ഇന്ന് ഭൂമുഖത്ത് എല്ലാ മനുഷ്യരും ഉത്ഭവിച്ചിരിക്കുന്നത് ഒരു അമ്മയിൽ നിന്നും ഒരു പറ്റും മക്കളിൽ നിന്നാ പറയാം. അമ്മയുടെ പേര് തന്നെയുണ്ട്, മൈറ്റോകോൺട്രിയൽ ലീവ് എന്നാ പറയാം. അപ്പോൾ ആ ഒരു ഈറ്റില്ലാണ്. അപ്പോൾ നമ്മൾ ആഫ്രിക്ക അതുകൊണ്ട് തന്നെ വേറൊരു ഭൂവിഭാഗമാണ്. ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള വലിപ്പവും എന്താ പറയുക വൈവിധ്യങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഞങ്ങളൊരു 3 ആഴ്ചയോളം ഗ്രേറ്റ് കലഹാരി ഗെയിം റിസർവിൽ യാത്ര ചെയ്യണം. ആ പാർക്ക് തന്നെ കേരളത്തിൻ്റെ ഇരട്ടിയോളം വരും. അടുത്ത വെള്ളം കിട്ടുന്ന സ്ഥലം ചിലപ്പോൾ 400-500 കിലോമീറ്ററുകളായിരിക്കും. അന്ന് ഞങ്ങൾ പോകുന്ന 2 വണ്ടിയിലാണ് പോകുന്നത്. 2 വണ്ടി പോകുമ്പോൾ എല്ലാം കൊണ്ട് പോകണം. ഒരു ബക്കറ്റ് വെള്ളമാണ് ഒരു ദിവസത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടി തരുന്നത്. ഭക്ഷണ സാമഗ്രികളൊക്കെ വണ്ടിയിലാണ്. വെള്ളം കിട്ടില്ല, വളരെ അപൂർവമാണ്. ആഫ്രിക്കയിൽ ഞങ്ങൾ പോയ പ്രദേശം എന്ന് വിളിക്കുന്നത് വെള്ള സോഴ്സുകളില്ല. ഒരു കാര്യം വിളിക്കുന്നത്, അനുഭവം എന്ന് വിളിക്കുന്നത്, ഞങ്ങൾ ഉപ്പ് കൊണ്ടുപോകാൻ മറന്നു പോകുന്നുണ്ട്. ബാക്കിയെല്ലാം ഉണ്ട്,
കുക്ക് ചെയ്ത് വരുമ്പോഴാണ് എന്തില്ല ഉപ്പില്ല എന്ന് മനസ്സിലാവുന്നത്. അവസാനം ഏതൊരു ചെടിയുടെ അവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കയിൽ തന്നെ ജീവിച്ച ഒരാളുടെ ഒരു അനുഭവം വെച്ചിട്ട് ഏതൊരു ചെടിയിൽ നിന്ന് എടുത്തിട്ടാണ് ഉപ്പ് ചെടിയുടെ തൊലി ചെത്തിയിട്ടാണ് ഉപ്പിന് പകരമായിട്ട്. ഇതൊക്കെ ചെറിയ ഉപ്പ് രസം ഉണ്ടെന്ന് അവർ പറയുന്നു. എന്തായാലും നമ്മൾ കഴിക്കുന്നവർക്ക് അത് വ്യത്യാസം തോന്നിയൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്രയുടെ അവസാന ഘട്ടം പിന്നെ 2-3 ദിവസമേ ഉള്ളൂ, വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതൊരു ബോട്സ്വാനയിലെ ഏറ്റവും വലിയൊരു രണ്ടാമത്തെ വലിയ സിറ്റി കൂടെയാണ് പോകേണ്ടത്. അതിലൂടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു നഗരമുണ്ട്, ആ സിറ്റി. ആ നഗരത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, പ്രൊവിഷൻസ് ഒക്കെ വാങ്ങിച്ച് റീസ്റ്റോക്ക് ചെയ്യണം. അതിനുവേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ അവിടെ മുഴുവൻ ആളുകൾ മലയാളം പറയുന്നത്. അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് അത് തൃശ്ശൂർക്കാരൻ വിക്രമൻ നായരുടെയാണ് ഞാൻ പറയുന്ന സൂപ്പർ മാർക്കറ്റ്. അവിടെ നിൽക്കുന്നവരൊക്കെ വലപ്പാടുകാരും അന്തിക്കാടുകാരുമായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ മലയാളി തമാശകൾ രൂപപ്പെട്ടത് തന്നെ ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ അദ്ദേഹം അവിടുത്തെ വലിയ ധനികനാണ്, വലിയ ഖനി ബിസിനസ് നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്ത ഈ ഗ്രേറ്റ് കലഹാരി ഗെയിം റിസർവ് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഈ ബാബോബ് മരങ്ങളുടെ ഒരു ബാഹുല്യമാണ്. പ്രാചീന ഷേപ്പ് രസമാണ്, അപ്സൈഡ് ഡൗൺ തല തിരിച്ചിടും. ഈ മരം ഈ ഒരു ആഫ്രിക്കൻ സംസ്കൃതിയായിട്ടൊക്കെ വലിയ പങ്കുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം സ്റ്റോർ ചെയ്യും, പിന്നെ അത് ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്, ആളുകൾ താമസിക്കാറുണ്ട് അതിനകത്ത്. അപ്പോൾ അവരുടെ സംസ്കാരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു മരമൊന്നുമല്ല. നമ്മുടെ ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ ഇതിൻ്റെ 1-2 മരങ്ങളൊക്കെ നമുക്ക് കാണും. ഇപ്പോൾ അടയാറിലെ, ഇപ്പോൾ ചെന്നൈയിലെ അടയാറിൽ ചെന്നാൽ ഒരു മരം കാണാൻ പറ്റും. കോയമ്പത്തൂരിലെ വനഗവേഷണ സ്ഥാപനത്തിൽ ചെന്നാലും ഒരു മരമൊക്കെ ഉണ്ട്. അത്ര വലുപ്പമൊന്നുമില്ല, കാണാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ ആയിരക്കണക്കിന് മരങ്ങൾ നിൽക്കുന്നു, അതിൻ്റെ താഴെ ജിറാഫ് മേഞ്ഞ് കിടക്കുന്നു, സീബ്ര അതിൽ കൂടെ പോകുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വലിയ മാത്രമല്ല ഒരു ഊഷര ഭൂമിയിലാണല്ലോ ഈ മരം ഇങ്ങനെ കാണുന്നത്. അപ്പൊ മരത്തിനെ ശരിക്കും വിസിബിൾ ആയിട്ട് കാണാനും പറ്റും, കാടിന്റെ ഉള്ളിലല്ലല്ലോ കാണുന്നത്. വളരെ അത് പറഞ്ഞു, അതൊരു വേറൊരു തരം ഫീലാണ്. പുകക്കുഴല് പോലെ ഇങ്ങനെ ആകാശത്തിലേക്ക് ഇങ്ങനെ നല്ല വീതിയിൽ വിരലുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് കൈ ഉയർത്തി നിൽക്കുന്ന ഒരു ഫലവൃക്ഷമാണ്. ആ വിത്ത് ഇവർ പല രീതിയിലുള്ള ഭക്ഷണമായിട്ട്, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമായിട്ട് ബുഷ്മൻ അവിടെ ജീവിക്കുന്ന ഗോത്ര സമൂഹം ഉപയോഗിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കാട്ടു പോകുന്നത്. പക്ഷെ നമ്മൾ പലരും കാടിൻ്റെ മര്യാദകൾ പാലിക്കുന്നില്ല എന്നും തോന്നുന്നുണ്ട്. നമ്മൾ മിനിമം ആയിട്ട് ഒരു കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളൊന്ന് ചുരുക്കി പറയും. മാസ് ടൂറിസത്തിൻ്റെതായിട്ടുള്ള എല്ലാ അപകടങ്ങളും, നമ്മൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് കാട്ടിൽ പോവുക, ഹോൺ അടിക്കുക, അല്ലെങ്കിൽ മാലിന്യ വസ്തുക്കൾ, പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കളായിട്ട് പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ വസ്തുക്കൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരിക, ഹോൺ അടിക്കുക. 2 അവിടെ ഉള്ള നിയമങ്ങൾ, പ്രത്യേകിച്ച് കാടിൻ്റെ നിയമങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പോകാം, ചില സ്ഥലങ്ങളിൽ പോകരുത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർ പറയുന്നത് പൂർണ്ണമായിട്ടും അനുസരിക്കുക. നമ്മളെന്താ പറയുക, മൃഗത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ചില സെൽഫി പോലുള്ള ചില ശ്രമങ്ങളില്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട് ഈ ആന നമ്മുടെ അമ്പലത്തിൽ തളച്ചിട്ടിരിക്കുന്ന ആന എന്നുള്ള കാഴ്ചപ്പാടിലാണ്. അത് തന്നെ അപകടകാരിയാണ്. അത് പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ബിഹേവിയർ ഉറപ്പാക്കുക. എല്ലാ ഇന്ദ്രിയങ്ങളെയും തുറന്നിടുക. വേഷവിസ്താരങ്ങളിലും കാടിനോട് ഇണങ്ങുന്ന വസ്ത്രങ്ങൾ, ഇപ്പോൾ ചില ജീവികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഈ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ചില തരംഗദൈർഘ്യങ്ങൾ വസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ശരിക്കും പലതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ മിക്കവാറും ആണെങ്കിൽ ഈ തരംഗദൈർഘ്യങ്ങൾ പിടിക്കാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് ഇണങ്ങുന്ന വസ്ത്രങ്ങൾ കൂടുതൽ ചേർത്തിട്ട് നമ്മൾ പോവുക. പിന്നെ പെർഫ്യൂം പോലുള്ള വസ്തുക്കൾ പരമാവധി അത് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം? അത് മൃഗത്തിനൊരു എലിയൻ ഫീലിംഗ് മനസ്സിലാവും. കേരളം ഈ നിലയിൽ നിലനിൽക്കുന്നത് പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കടുവകൾ ഇല്ലാതായി കഴിഞ്ഞാൽ പശ്ചിമഘട്ടം ഇല്ലാതാവും എന്നുള്ള രീതിയിൽ. അതിന് ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്നതാണോ? ശരിക്കും നമ്മൾ അതിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പം അതിലെത്രത്തോളം വാസ്തവമുണ്ട്? ഏതാണ്ട് 50ഓളം പുള്ളിമാൻ ഒരു വർഷം വേണമെന്നുള്ളൊരു കടുവയുടെ കണക്ക്. അപ്പോൾ ആ കടുവ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത്രയും പുള്ളിമാൻ പെരുകുന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഭക്ഷണം എവിടെ നിന്ന് വരേണ്ടി? അത്രയും ഭക്ഷണം അതിന് പുല്ല് വേണ്ടി വരും. പുല്ലെന്ന് വിളിക്കുന്നത് പ്രൈമറി പ്രൊഡക്ഷനാണ്. ആ പ്രൈമറി പ്രൊഡക്ഷൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം ഉണ്ടാവില്ല, ഭൂമിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല, പിന്നെ മണ്ണൊലിപ്പ്. അതുപോലെ തന്നെ ഇപ്പോൾ പുല്ല് ഒഴിവായി ഭൂമി ബെയറായി കഴിഞ്ഞാൽ 1 ഹെക്ടർ സ്ഥലത്ത് പെയ്യുന്ന അതിതീവ്ര മഴ കൊടുക്കുന്ന ആഘാതമുണ്ട്. ഊർജ്ജം എന്ന് വിളിക്കുന്നത് എത്രയോ ന്യൂക്ലിയർ ബോംബുകൾക്ക് മേലെയാണ്. അപ്പോൾ അതിന് ഏറ്റുവാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന വൃക്ഷാവരണം വേണം, പുല്ല് വേണം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ, മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് വന്യജീവികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണെന്നുള്ള വാദങ്ങൾ പ്രബലമാണ്. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ദേശീയ മൃഗമാണ് കങ്കാരു എന്ന് പറയുന്നത്. അത് അവിടെ
വലിയ രീതിയിൽ അവിടുത്തെ കാടിനും മനുഷ്യർക്കും ഭീഷണിയായപ്പോൾ അവർ അതിനെ കള്ള് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ കാടിന് ഉൾക്കൊള്ളാവുന്നതിലപ്പുറത്ത് വന്യജീവികൾ പെരുകുമ്പോൾ ഈ കള്ളിങ്ങിനെ എന്തിനാണ് നമ്മൾ ഇത്ര ഭീതിയോടുകൂടിയും പ്രശ്നത്തോടുകൂടിയും കാണുന്നത്? അത് ഒരു തരത്തിലുള്ള ബാലൻസ് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് അതിനെ അവലംബിച്ചൂടെ? യഥാർത്ഥത്തിൽ കള്ളിങ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വെടിവെച്ച് കൊല്ലുക എന്ന് മാത്രമല്ല, ഒരു പ്രശ്നബാധിത പ്രദേശത്ത് നിന്ന് പ്രശ്നകാരിയായ ഒരു മൃഗത്തെ ഒഴിവാക്കുന്നതാണ്. ഇപ്പോൾ വയനാട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 6 വർഷത്തിനുള്ളിൽ 10-30 കടുവകളെ ഒഴിവാക്കുന്നുണ്ട്. അത് ഒരു കണക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിന് തുല്യമാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകൾക്ക് നമ്മൾ ഈ പ്രശ്നകാരികളായിട്ടുള്ള കാട്ടുപന്നികളെ ജനവാസ മേഖലയിൽ പ്രശ്നം ഉണ്ടാകുന്നവരെ കൊന്നൊടുക്കാനുള്ള ഇല്ലായ്മ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത്. അതും ഒരു കണക്കിൽ തന്നെ എന്ത് തന്നെയാണ്, ഈ പറയുന്ന കള്ളിങ് തന്നെയാണ്. നമ്മൾ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുടെ ഒരറ്റത്ത് നിൽക്കുന്നതാണ് ഏത്, ഈ പറയുന്ന വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. തീർച്ചയായിട്ടും കള്ളിങ് എന്നുള്ളത് ഈ പോപ്പുലേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ പരിഹാര മാർഗം കാണുന്നത് 2 കാര്യങ്ങളിലാണ്. 3 കാര്യങ്ങളിലാണ്. ഒന്ന്, താർക്കിക യുക്തി മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു സംവാദാത്മകമായിട്ടുള്ളൊരു സമീപനം. 2, ഈ അപരഭാവന നിർത്തിക്കൊണ്ട് ഞാനും നീയും താങ്കളുടെ വൈൽഡ് ലൈഫ് എൻ്റെ വിള എന്ന് പറയുന്ന അപരയുക്തി, ഒരു ബ്ലെയിം ഗെയിം മാറ്റി വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് പരിഹരിക്കേണ്ട ഒന്ന്. 3ാമത്, ഇത് പൂർണ്ണ ഹത്യാവാദത്തിനും പൂർണ്ണ കാൽപ്പനികവാദത്തിനും ഇടയിൽ ഇപ്പോൾ തിരൂർ കടപ്പുറത്ത് ഒരു പുലി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുലിക്ക് അവിടെ യാതൊരു ബിസിനസ്സും ഇല്ല. ആ പുലിയെ അതിന് വേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്, അവിടെ നിന്ന് പിടിച്ചു മാറ്റി അതിനെ എവിടെയെങ്കിലും കൊണ്ടുവിടണം. പക്ഷെ അതിന് അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയോ ഒരു ഭാവന നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിന്ന് കേരളത്തിൻ്റെ നമ്മൾ സൃഷ്ടിച്ചെടുത്ത നവോത്ഥാന പാരമ്പര്യത്തിലൊക്കെ ആഘാതം ഏൽപ്പിക്കുന്ന ഒന്നാണ് ആ വാദ്യം. കാടിന്റെ വലിപ്പം പോലെയും നിഗൂഢത പോലെയും തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ ഒരുവിധമൊക്കെ പരാമർശിച്ചു പോയി എന്ന് കരുതുന്നു. ഇത്ര നേരം സംസാരിച്ചതിന് നന്ദി. താങ്ക് യു.